ഒരടാറ് കല്യാണ കഥ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ജനലിന്റെ അടുത്ത് വന്ന അയൽപ്പക്കത്തെ ജോണിച്ചായന്റെ നാശം പിടിച്ച കോഴി വാശിയോടെ കൂവുന്ന കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. തലേ ദിവസത്തെ ആഘോഷത്തിന്റെ ഹാങ് ഓവർ ഉണ്ട്. വായിലൊരു പുളിച്ചത് കെട്ടൽ. കിടന്നെടുത്തുനിന്ന് തന്നെ കയ്യെത്തിച്ച് മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പി എടുത്ത് കുലുക്കി നോക്കി. ശൂന്യം. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എഴുന്നേറ്റിൽ ലുങ്കി തപ്പിയെടുത്ത് അരയിൽ ചുറ്റി. ഇന്നലെ ഊരി വലിച്ചെറിഞ്ഞ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിൻഹാരെടുത്ത് വായിലേക്ക് അലിച്ചിറക്കി. പിന്നെ ഉള്ളം കൈയിലേക്ക് ഊതി. ഭാഗ്യം, മണമില്ല. പതി അടുക്കളയിലേക്ക് ചെന്നപ്പോ അമ്മ ദോശ ഇടുന്നുണ്ട്. അമ്മേ, ഇന്നും ദോശയാണോ? ചോദ്യം കേട്ട് അമ്മ എന്നെ ഒന്ന് പുച്ഛത്തോടെ നോക്കി. മോ 10 മിനിറ്റ് ഇരിക്ക്, പിസ ഇപ്പൊ റെഡിയാക്കി തരാം. തമാശതാണോ? അമ്മയ്ക്ക് ഈ ദോശയല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ഇല്ലടാ, നീ എന്നെ ഏതെങ്കിലും കുക്കിംഗ് കോഴ്സിന് ചേർക്ക്, അപ്പൊ നിനക്ക് ഏത് വേണേലും ഉണ്ടാക്കി തരാലോ. ചട്ടുകം താഴെയിട്ട് നൈറ്റ് എളിയിൽ കുത്തി പോരിന് തയ്യാറായ പോരാളിയെ കണ്ടപ്പോൾ അടുക്കളയിലേക്ക് വന്നത് അബദ്ധമായെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രി 4 കാല കയറി വന്ന് തന്തയുടെ കണ്ണിപ്പെടാ റൂമിലെത്തിക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഉളുപ്പുണ്ടോടാ നിനക്ക്? പോത്തുപോലെ വളർന്നില്ലെന്ന് ചോദിച്ചാ നിന്നോട് ഉപയോഗിച്ചിട്ട് പോത്തുകൾ പോലും ക്ഷമിക്കില്ല. ചേടാ, ഇത് എന്ത് കൂത്ത്? എന്താ അമ്മയുടെ പ്രശ്നം? എനിക്ക് ദൈവം ആകെ ഒരു പ്രശ്നമേ തന്നിട്ടുള്ളൂ, അത് നീയാ. ഞാൻ എന്താ അമ്മ ചെയ്ത്? എടാ, പ്രേമ നൈരാശ്യം കാരണം ചില ചെക്കന്മാര് കള്ളുടിച്ച് നടക്കാറുണ്ട്. നീയും അങ്ങനെ ചെയ്തെങ്കിൽ തെറ്റില്ല. പക്ഷെ പ്രേമിച്ചവള് വേറെ കെട്ടിപ്പോയപ്പോ കള്ളുടിക്കാത്ത നീ വർഷങ്ങൾക്ക് ശേഷം അവൾ ഓർത്ത് കുടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല എന്റെ സങ്കടം. ഞാൻ സെന്റി ഇറക്കി നോക്കി. മനസ്സിലാവാത്തോണ്ടാണല്ലോ ചോദിച്ചത്. എവിടുത്തെ വായനശാലയുടെ ഓണാഘോഷ പരിപാടിയിൽ കുപ്പിയിൽ വെള്ളം നിറക്കൽ മത്സരത്തിന് 3 വർഷമായിട്ട് അമ്മക്കല്ലേ 1ാം സമ്മാനം. ആദ്യം ഇതുമായിട്ട് എന്താടാ ബന്ധം? ഇത്തവണ നമുക്ക് മത്സരിക്കാൻ പറ്റില്ല നോക്ക്. അമ്മയുടെ സ്ഥാനത്ത് അപ്പുറത്തെ ജലജയിച്ച് മത്സരിച്ച് അതിന്റെ സമ്മാനം വാങ്ങി വരുമ്പോ അമ്മക്ക് സന്തോഷം തോന്നുമോ അതോ സങ്കടം തോന്നുമോ? അവൾക്ക് കിട്ടിയ എനിക്ക് ഉറപ്പായിട്ടും സങ്കടം തോന്നും. കുടുംബശ്രീക്ക് ഞാനില്ലാത്തപ്പോ എന്നെ പറ്റി ദുഷിപ്പ് പറയുന്ന താടകയാവള്. അത്രയേ ഉള്ളൂ. നമ്മൾ പങ്കെടുക്കേണ്ട കളിയിൽ നമ്മളെക്കാൾ കഴിവ് പറഞ്ഞവർ പങ്കെടുത്ത് ജയിച്ച് ട്രോഫിയും വാങ്ങി പോകുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നും. അതിന് കുടിച്ചു, തെറ്റ് തന്നെ. ഇനി ആവർത്തിക്കാൻ നോക്കാം. ദോശയും കറി എടുത്ത് നോക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. അമ്മ വാപൊളിച്ച് നിൽക്കുകയാണ്. ഞാൻ വേഗം കുളിമുറിയിലേക്ക് നടന്നു. എന്റെ പഴയ കാമുകി അഞ്ജന, ഒരേ നാട്ടുകാരി. കവളിയിൽ അഞ്ജന റെസ്റ്റോറന്റ് എന്ന പേരിൽ ചായക്കട നടത്തുന്ന ബാലകൃഷ്ണന്റെ 2ാമത്തെ മകൾ. അവളെ ഹൃദയത്തിന്റെ 4 അറകളിലും പ്രതിഷ്ഠിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാം അജിയേട്ടാ? എനിക്ക് അജിയേട്ടന്റെ മടിയിൽ കിടന്ന് മരിക്കണം. കണ്ണടയുന്ന അവസാന നിമിഷവും എനിക്ക് ഈ മുഖം കാണണം. പണ്ടൊരിക്കലും അവൾ എന്റെ കൈവിരലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ ക്രിഞ്ച് ഡയലോഗ്. അജിയേട്ടനല്ലാതെ വേറൊരാൾക്ക് മുമ്പിൽ താലിയേട്ടൻ തലവിനിക്കേണ്ടി വന്ന അടുത്ത നിമിഷം ജീവനൊടുക്കെന്ന് പറഞ്ഞവൾ കല്യാണ ദിവസം മലയൂര് നാട്ടാമൈ മനസ്സുകാട്ട് പൂട്ടാമൈ ഉന്നൈ പോലെ യാറുമില്ലേ മാമ എന്ന പാട്ടിന് ഡാൻസ് കളിച്ച് കല്യാണ മണ്ഡപത്തിൽ കയറുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന ഹതഭാഗ്യനാണ് അജിത് കുമാർ PV എന്ന ഈ ഞാൻ. അന്ന് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ തിരിച്ചെത്തി TV ലാലേട്ടന്റെ ചന്ദ്രലേഖ സിനിമ കണ്ടിരുന്നപ്പോൾ അതങ്ങ് വിട്ടു. രാത്രി കിടന്ന പിച്ചിന് നേരം കരഞ്ഞു എന്ന സത്യം തന്നെ. എന്റെ ബെഡിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടവള് എന്റെ സ്കൂൾ ശത്രു സുജീഷിന്റെ കൂടെ ഫസ്റ്റ് മാച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ലെന്ന് ഓർത്തായിരുന്നു കരഞ്ഞത്. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബേക്കറി കടക്കാരനേക്കാൾ നല്ലതാണല്ലോ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരൻ. ഞാൻ കാണാൻ വലിയ സുന്ദരനൊന്നല്ല, എന്നാലും തമിഴ് സിനിമയിലെ വില്ലനെ പോലെയുള്ള സുജീഷിന്റെ ഭാര്യ ആവാൻ അവൾക്ക് എങ്ങനെ തോന്നി? ചിലപ്പോൾ അവന്റെ മസിൽ കണ്ടിട്ടാവും. എപ്പോഴും ചിരിച്ച മുഖമായി നടക്കുന്ന ഞാൻ മരണ വീട്ടിൽ നിൽക്കുന്ന ഭാവം ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന സുജീഷിനേക്കാൾ മോശമാണ് എന്ന ചിന്ത എന്നെ കുറെ ആലോചിച്ചു. പിന്നെ എൻ്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചുപോയി. ഞാനും അച്ഛനും അമ്മയും ടൗണിലെ ഞങ്ങളുടെ PV's ബേക്കറി. അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ ഉണ്ട്. 2 സ്റ്റാഫുകളും. ഞാനും അച്ഛൻ മോഹനാണ് നോക്കി നടത്തുന്നത്. പുള്ളിയാണ് കിരീടം സിനിമയിലെ തിലകൻ ചേട്ടനെ പോലെ സ്ട്രിക്റ്റും സത്യസന്ധനും ജോലിയിൽ അമിതമായ ആത്മാർത്ഥ ഉള്ളവനുമാണ്. പക്ഷെ എന്നെ സേതുമാധനാവും വിട്ടില്ല. അങ്ങനെയാവാൻ ശ്രമിച്ച ചന്തയിൽ പേരക്കമ്പുകൊണ്ട് ISI മാർക്ക് വീഴുമെന്ന് എനിക്കറിയാം. അച്ഛന് ഇന്നും ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ബേക്കറി വിട്ടാൽ നേരെ വീട്ടിലേക്ക് വരണം. അഥവാ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ അനുവാദം ചോദിക്കണം. ബേക്കറിയിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ബോധിപ്പിക്കണം. അങ്ങനെ കുറെ നിയമങ്ങൾ. എനിക്കതിൽ പരാതിയൊന്നും തോന്നിയിട്ടല്ല കേട്ടോ. കാരണം എൻ്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നേരത്തെ അടുക്കളയിൽ നിന്ന് എന്നെ ആട്ടിയത്. സാവിത്രി, എൻ്റെ മാതാവ്. അടിവരുന്ന വഴി മണത്തറിഞ്ഞ് എന്നെ രക്ഷിക്കുന്നതിൽ നമുക്ക് പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇന്നലെ കാണിച്ചൊരു മെനകെട്ട പരിപാടിയാണ് കുടി. അത് മോശമാണെന്ന് എനിക്കും അറിയാം. സത്യമായിട്ടും സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഇന്നലെ റേഷൻ കടയിലേക്ക് പോവുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് എതിരെ അവര് വന്ന്, അഞ്ജനയും സുജീഷും. അവന്റെ കയ്യിൽ അവരുടെ മൂത്ത മകൻ, എനിക്ക് പിറക്കാതെ പോയ ഉണ്ണി. അവളൊന്ന് വെളുത്ത് തുടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഗർഭിണി. എന്താണ് അജിത്തെ, സുഖല്ലേ? അവന്റെ ചോദ്യം കേട്ട് എനിക്ക് വിറഞ്ഞ് കയറിയതാ. ഞാൻ സുഖിക്കേണ്ട സ്ഥാനത്തിലൂടെ പന പുഞ്ഞാര മോനെ നീ കയറിന്ന് സുഖിക്കുന്നു എന്ന് തിരിച്ചു ചോദിക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും ഞാനത് അടക്കി പിടിച്ചു. ആ ടെൻഷനും കൊണ്ട് കടവിൽ പോയിരിക്കുമ്പോൾ നാട്ടിലെ പോക്കിരികളായ സുനിയേട്ടനും സതീഷനും അവിടെ കുറ്റിക്കാട്ടിന്റെ മറവിൽ വെള്ളടിക്കുന്നു. എന്നോട് അവർ കാര്യം ചോദിച്ചു.
സങ്കടം ഇറക്കി വെക്കാൻ ആരെങ്കിലും കിട്ടാൻ കാത്തിന്ന ഞാൻ എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു. ഇത്രയോടാ നിനക്ക് പ്രതികാരം ചെയ്യണോടാ, ഞങ്ങൾ നിന്റെ കൂടെ കട്ടക്ക് നിൽക്കാം പോരെ? സുനിയേട്ടന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. എങ്ങനെ? അവരുടെ ആദ്യത്തെ കൊച്ചിന് നിന്റെ ചായയുടെ നാട്ടിൽ പറഞ്ഞു കരുതിയ പോലെടാ, സിമ്പിൾ. എന്നെ പൊന്നു സുനിയേട്ടാ, എന്നിട്ട് വേണം അവന്റെ 2 കൊച്ചുങ്ങൾ എന്റെ തലയിലാവാൻ. എങ്കിൽ പിന്നെ എന്ത് പിടിക്കും? 2 അടിച്ചാല് സകല വിഷമം പമ്പെടുക്കും. ഗ്ലാസിൽ മദ്യം നിറച്ച് സതീശന്റെ നേരെ നീട്ടി. പലതവണ നിർബന്ധിച്ചോടെ ഞാനത് വാങ്ങി അണ്ണാക്കിൽ കമിഴ്ത്തി. അഞ്ജനയുടെ നിറവയർ മനസ്സിൽ തെളിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും കുടിച്ചു. പിന്നെ അവിടെ കിടന്നുറങ്ങി. രാത്രി വീട്ടിലെത്തിയത് പാതി ബോധത്തോടെയായിരുന്നു. അച്ഛൻ കാണാതെ അമ്മയാണ് മുറിയിൽ കയറ്റിയത്. എന്തായാലും മതി, ഇനി കുടിക്കില്ല. അല്ലെങ്കിലും അവൾക്ക് ഗർഭമുണ്ടായത് ഞാൻ കുടിച്ചിട്ടെന്ത് കാര്യം? എന്നുള്ള വാശിക്ക് സുജീഷ് ഇനിയും കരുത്തെളിച്ചേക്കാം. ഇന്ത്യയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ ഗവൺമെന്റിനില്ലാത്ത ആശങ്ക എനിക്കെന്തിനാ? ഷവറിന്റെ ചോട്ടിൽ കുറച്ചേരം നിന്നപ്പോൾ തലയുടെ പെരുപ്പ് പോയി കിട്ടി. ഡ്രസ്സ് മാറി വീണ്ടും അടുക്കളയിലെത്തിയപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. നിന്റെ പനിയോറുണ്ടോടാ? അച്ഛന്റെ ചോദ്യം കേട്ട് ഒന്നും മനസ്സിലാവാൻ ഞാൻ അമ്മയെ നോക്കി. പുള്ളിക്കാരി അച്ഛന്റെ പുറകിൽ നിന്ന് എന്തോ കഥകളി കാണിക്കുന്നു. ആ കുറവുണ്ട്, പക്ഷെ നല്ല ബോഡി പെയിൻ. ഞാൻ സന്ദർഭത്തിനൊത്ത് നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് തോന്നി വയ്യാത്തോണ്ട് അന്നേരം രാത്രി നേരത്തെ കയറിക്കിടന്നെന്ന്. കുറവിലേക്ക് ഹോസ്പിറ്റലിൽ പോ. എനിക്കപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇന്നലെ അച്ഛൻ വന്നപ്പോൾ എന്നെ അന്വേഷിച്ചു. റേഷൻ കടയിൽ പോയ മകൻ റേഷൻ കടക്കാരൻ സുധാകരേട്ടൻ കടകൂട്ടി വീട്ടിൽ ചെന്ന് ഒരു ഉറക്ക് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടില്ലെന്ന് അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സുഖല നേരത്തെ കയറിക്കിടന്നു എന്ന് അമ്മ കള്ളം പറഞ്ഞു. ആ നേരത്തെങ്ങാൻ അച്ഛൻ എന്റെ മുറിയിൽ വന്ന് നോക്കാൻ തോന്നിയിരുന്നെങ്കിൽ അമ്മക്ക് ചുളിയിൽ ഡിവോഴ്സും എനിക്ക് പരലോകത്തേക്ക് വിസയും കിട്ടിയേനെ. ബേക്കറിയിലെ കാര്യക്കുന്ന പിള്ളേര് നോക്കിക്കോളൂ, നീ മരുന്നഴിച്ച് കിടന്നു. ഞങ്ങളൊന്ന് പറശ്ശിനിക്കട വരെ പോവാ, അവിടുന്ന് തറവാട്ടിലും കയറിയിട്ടേ വരൂ. അച്ഛൻ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ വലിയ ഭക്തനാണ്, ഇടയ്ക്കിടെ പോവാറുണ്ട്. അവിടുന്ന് കുറേ ദൂരം പോയാൽ അച്ഛന്റെ തറവാട്ടിലെത്തും. എനിക്ക് മുത്തപ്പനെ കാണാൻ പോയ ഇഷ്ടമാണെങ്കിലും തറവാട്ടിൽ തീരെ താല്പര്യമില്ല. ഇളയച്ഛന്റെ കത്തിനിയാണ് പ്രശ്നം. റേഡിയോ പോലെ നിർത്താതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തിന്റെ അവസാനം എത്തിയിരിക്കുന്ന എന്റെ നെഞ്ചത്തേക്കായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ആജി, ഇതൊന്നുമല്ല ജീവിതം. എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വേണം. നീ ഒരു കല്യാണമൊക്കെ കഴിക്കുക, അപ്പോഴേ ഒരു ഉത്തരവാദിത്തമൊക്കെ വരൂ. അമേരിക്കയും സാമ്രാജ്യത്തെയും പറ്റി പറഞ്ഞു തുടങ്ങിയാലും ഒടുക്കന്റെ കല്യാണത്തിലേക്ക് എത്തുന്ന ഈ ഓഞ്ഞ സ്വഭാവം കാരണം ആ പറമ്പിൽ പോലും കാലെടുത്ത് വെക്കാൻ തോന്നാറില്ല. ഉത്തരവാദിത്തം കൂടിയോണ്ടാണോ നിങ്ങളെ ഭാര്യ കളഞ്ഞിട്ട് പോയത് എന്ന ഒറ്റ ചോദ്യത്തിൽ പുള്ളിയെ ക്ലീൻ ബോർഡാക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അച്ഛനത് വിഷമാവും. ആകെയുള്ള അനിയനല്ലേ, പിന്നെ അവിടെയുള്ള അച്ഛമ്മയാണ്. കാണാൻ കവിയൂർ പൊന്നമ്മയെ പോലെയാണെങ്കിലും അച്ഛൻ കല്യാണം കഴിച്ച സമയത്ത് കൊളപ്പുള്ളി ലീലയായിരുന്നു എന്ന് അമ്മ രഹസ്യമായി പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ആൾ ഒതുങ്ങി. ഓരോ തവണ അച്ഛൻ അവിടെ പോയി വരുമ്പോഴും തേങ്ങയും മാങ്ങയും ചക്കയും ചീരയും എല്ലാം ചാക്കിൽ കെട്ടി കൊടുത്തയക്കും. ഞാൻ കസേരയിലിരുന്നു. അമ്മ പ്ലേറ്റിൽ ദോശയും ചമ്മന്തിയും ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ മുന്നിൽ വെച്ചു. പനിയല്ലേ, അതുകൊണ്ടാ പാലൊഴിക്കാഞ്ഞ്, ചിലപ്പോ കഫം കിട്ടും. ഞാൻ അമ്മയെ ദയനീയമായി നോക്കി. കഥാപാത്രമായിട്ട് നിറഞ്ഞ ആടുകയാണല്ലോ. കട്ടൻ ചായ പണ്ട് എനിക്ക് അലർജിയാ. ഇന്നലെ കുടിച്ചത് ഇത് ഒരേ കളർ. അത് ഓർക്കുമ്പോ തന്നെ ഓക്കാനും വരുന്നു. സാവിത്രി, സിനിമകളോട് പറഞ്ഞേക്ക് ഇവൻ ഉച്ചക്കും രാത്രിയിലും ഭക്ഷണം ചൂടാക്കി കൊടുക്കാൻ. ദേ അച്ഛന്റെ വക അടുത്ത പണി. ജോണിച്ചായനെയും സിസിലി ചേച്ചിയുടെ ഏകമകളാണ് സിനിമോള്. ജോണിച്ചായൻ അച്ഛന്റെയും സിസിലി ചേച്ചി അമ്മയുടെയും ചങ്കാണെങ്കിലും ഞാനും സിനിമോളും അത്ര രസത്തിലല്ല. അതിന്റെ പിറകിൽ ഒരു എയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനും അച്ഛനുമായിട്ടുള്ള പ്രണയം തുടങ്ങിയ കാലം. എന്റെ വീട്ടിൽ പുകയില്ലാത്ത അടുപ്പാണ്. ഒരു ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ പുക പുറത്തു പോകാതെ അടുക്കളയിൽ നിറയുന്നു. സിനിമകളിലെ സ്വർഗത്തിന്റെ എഫക്റ്റ്. ആ പുകക്കുള്ളിൽ നിന്ന് മാലാഖയെ പോലെ കണ്ണും തിരുമ്മി അമ്മ പുറത്തേക്ക് വന്നു. നാശം, നിന്റെ അച്ഛന്റെ വാക്കേട്ടാ ഈ കുന്ത്രാണ്ടം പണിത്. പുക അണ്ണാക്കിൽ വരെ എത്തി. എനിക്ക് വയ്യ എങ്ങനെ ചാവാൻ. എന്താമ്മേ, നീ കണ്ണോട്ടനാണാ, ഇത് കാണുന്നില്ലേ? അമ്മ കലിപ്പിലാണെന്ന് മനസ്സിലായതോടെ ഞാൻ എഴുന്നേറ്റ് ലുങ്കി മടക്കി കുത്തി നേരെ അടുക്കളയുടെ വെളിയിലേക്ക് ഇറങ്ങി. പുകക്കുഴലിന്റെ മുകളിൽ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് അടുത്തുള്ള തെങ്ങിൽ നിന്ന് ഒരു ഓല ചാഞ്ഞടഞ്ഞിരിക്കുന്നു. അതാണ് പുക പുറത്തു പോവാത്തത്. ഞാൻ ഏണി ചുമലിൽ ചാരി വെച്ച് വലിഞ്ഞു കയറി. ഒരു മതിലിന്റെ അപ്പുറമാണ് ജോണിച്ചായന്റെ വീടിന്റെ അടുക്കളപ്പുറം. അവരുടെ വീട് പണി നടക്കുന്നതിനാൽ മതിലിനോട് ചേർന്ന് താൽക്കാലികമായ ഒരു കുളിമുറി ഉണ്ടാക്കിയിട്ടുണ്ട്. മേൽക്കൂരയില്ല. 4 മുളങ്കമ്പിൽ ടാർപ്പായ ചുറ്റിക്കെട്ടിയെന്ന് മാത്രം. അല്ലെങ്കിലും ആ നാട്ടിൻപുറത്ത് ആര് വന്ന് നോക്കാനാണ്? പ്രത്യേകിച്ച് മരം വെട്ടുകാരൻ ജോണിയുടെ വീട്ടിൽ. അതിനുള്ള ധൈര്യം അവിടെ ആർക്കുമില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് അവർ കുടുംബസമേതം പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാവും. ഞാൻ ഏണിയുടെ ഏറ്റവും മുകളിലെത്തി. ഓല ഒടിച്ചിടാൻ വേണ്ടി തിരിഞ്ഞു നിന്നു. ജോണിച്ചായന്റെ ടിവിയിൽ നിന്ന് പാട്ട് ഉറക്കം മുഴങ്ങുന്നു. മകരമാസ കുളിരിൻ അവളുടെ വിടർന്ന മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം. എന്റെ കഷ്ടകാലത്തിന് ഞാനത് ഏറ്റുപാടിക്കൊണ്ട് ഓലയൊടിച്ചു. കണ്ണിൽ പൊടി വീണപ്പോൾ തിരുമ്മിക്കൊണ്ട് താഴേക്ക് നോക്കി. അപ്പോഴേ സിനിമോള് കുളിക്കുന്നു. ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കി അവൾ എന്നെ കണ്ടു. ലുങ്കി മടക്കി കുത്തിയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. 2 നിമിഷം കണ്ണുകളിടഞ്ഞു. രണ്ടാളും കാണാൻ പാടില്ലാത്ത രണ്ടും കണ്ടു.
ആദ്യത്തെ ഷോക്ക് മാറിയപ്പോൾ അവൾ തോർത്തെടുത്ത് മാറിയിട്ടു. ഞാൻ ലുങ്കി മടക്കി കുത്തിയത് താഴ്ത്തി. പിന്നെ ഏണിയിൽ നിന്ന് ഊർന്നിറങ്ങി. പേടികൊണ്ട് ഹൃദയം പടപടാ മിടിക്കുകയാണ്. ജോണി ചേട്ടനെങ്ങാനും അറിഞ്ഞ മരം വെട്ടുന്ന പോലെ കഴുത്ത് വിട്ടു. കൂട്ടുകാരന്റെ മോനാണെങ്കിലും സ്വന്തം മകളെ പിറന്നപടി കണ്ട നികൃഷ്ടൻ ആരെങ്കിലും ബാക്കി വെക്കുവോ? ഞാനെന്തിന് ഏണിൽ കയറി എന്നതിന് അവിടെ പ്രസക്തിയില്ല. പുക പോകുന്നുണ്ടാടാ? അമ്മയുടെ ചോദ്യം. മിക്കവാറും ഇന്ന് എന്റെ പുക പോകും. അത്രയും പറഞ്ഞ് മുറിയിൽ കയറി ഒരു ജെട്ടി എടുത്തിട്ട് ലുങ്കി മാറ്റി പാന്റും ടീഷർട്ട് ഇട്ട് ഞാൻ ഓടി. രാത്രി വരെ ടൗണിൽ കറങ്ങി ലാസ്റ്റ് ബസ്സിനെ നാട്ടിൽ തിരിച്ചെത്തി. അഞ്ജനയോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷെ ആകസ്മികമായിട്ടാണെങ്കിലും താൻ സ്നേഹിക്കുന്നവൻ വേറെ പെണ്ണിന്റെ നഗ്നത കാണുന്നത് അവൾക്ക് സഹിക്കില്ലല്ലോ. ഞാൻ മാത്രമല്ല കണ്ടത്. അഞ്ജനക്കായി കരുതി വെച്ച എന്റെ ചാരിത്രം സിനിമകളും. എത്ര ലജ്ജാവഹം. രാത്രി കിടക്കുമ്പോൾ അടിയിലൊന്നും ഇടാത്തതിനാൽ ഞാൻ സ്വയം തെറി വിളിച്ചു. അധികാരോടും മിണ്ടാത്ത ടൈപ്പാണ് സിനിമോള്. എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അടക്കവോ ഒതുക്കോ ഉള്ള പെൺകുട്ടി. അവളുടെ അവസ്ഥ ഓർത്തപ്പോൾ അതിലും സങ്കടം വന്നു. പാവം. നീ എവിടെ പോയതാടാ? വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ ചോദ്യം കേട്ട് സമാധാനമായി. ഭാഗ്യം, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ ടൗണിൽ നിന്ന് പോയതാ. എടാ, ചോറ് മേശപ്പുറത്തുണ്ട്. പിന്നെ ആ പാത്രത്തിൽ ബീഫും. സിനിമോള് കൊണ്ടുവന്ന. പിന്നെ ബീഫിന്റെ പാത്രം കഴുകി വെക്കണം. എനിക്ക് പറ്റില്ല. അമ്മ കിടന്നിടത്തുനിന്ന് വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ എന്റെ പോയ ശ്വാസം തിരിച്ചു വന്നു. അവൾ ആരോടൊന്നും മിണ്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ ബീഫിന് പകരം എന്റെ ഇറച്ചി പാത്രത്തിൽ കിടന്നേനെ. അമ്മ മട്ടനും ബീഫും പോർക്കൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലത് ഉണ്ടാക്കാറുമില്ല. ഇടയ്ക്കിടയ്ക്ക് സിസിലി ചേച്ചി എനിക്കും അച്ഛനും വേണ്ടി കൊടുത്തയക്കും. ഞാൻ വേഗം പോയി ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകി. പിന്നെ രാവിലത്തെ സമയം പെട്ടെന്ന് മറക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് സിനിമകളോട് ഏറ്റുപറഞ്ഞാൽ മാത്രമേ എന്റെ ടെൻഷൻ കുറയും. അവളാണെങ്കിൽ കണ്ടാലൊന്നും ചിരിക്കുക മാത്രം ചെയ്യുന്ന പെണ്ണു. മുന്നിലൊന്നും നിന്നല്ലേ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ഒരുപാട് ആലോചനകൾക്കൊടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. തൽക്കാലം ഒന്നും മിണ്ടണ്ട. അതിനുശേഷം പലതവണ അടുപ്പ് പണിമുടക്കി. ഗ്യാസ് ഉണ്ടായിട്ടും അടുപ്പിൽ പാചകം ചെയ്യുന്നതിന് അമ്മയോട് ഞാൻ വഴക്കിട്ടു. മോന് തന്നെയുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് അമ്മ കരുതിയത്. ജോണിച്ചായന്റെ വീട് പണി പൂർത്തിയായതോടെ സിനിമകൾ കൂടി അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് മാറ്റി. അങ്ങനെ തൽക്കാലം എന്റെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി. പിന്നീട് യാതൊന്നും സംഭവിക്കാത്ത പോലെ സിനിമകൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ അവൾക്ക് മുഖം കൊടുക്കാതെ മുങ്ങും. തേപ്പ് കിട്ടിയതും അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമവും പിന്നെ ബേക്കറി ബിസിനസ് വിപുലീകരിക്കലൊക്കെയായി ഞാൻ ബിസി ആയതോടെ ഇക്കാര്യം മറന്നു തുടങ്ങിയതാണ്. പക്ഷെ അവളെ കാണുമ്പോൾ മാത്രം അത് മനസ്സിലെത്തും. വേണ്ടച്ച, ഞാൻ തനിയെ കഴിച്ചോളാം. ആ കുട്ടി നിന്നെ പിടിച്ച് വിഴുങ്ങിയൊന്നുമില്ല. പെൺപിള്ളേരെക്കാൾ നാണാണല്ലോടാ നിനക്ക്. ഇക്കണക്കിന് നീ എങ്ങനെയാടാ പെണ്ണ് കിട്ടുക? ഒരിക്കൽ നാണം കെട്ടുകൊണ്ടാണെന്ന് അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ. ഗത്യന്തരമില്ലാതെ ഞാൻ സമ്മതിച്ചു. ഞങ്ങളുടെ പഴയ ഓട്ടോക്കാറിൽ അച്ഛനും അമ്മയും പുറപ്പെട്ട ശേഷം ഞാൻ TV ഓൺ ചെയ്ത് അതിന് മുമ്പിലിരുന്നു. ബോറടിക്കുന്നു. എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാൽ നടക്കില്ല. അച്ഛനോട് ഏതെങ്കിലും ഒരു നാറിയനെ കവലിൽ കണ്ടെന്ന് പറഞ്ഞാൽ അതിന് നല്ലത് കിട്ടും. അച്ഛൻ്റെ കണ്ണിൽ ഞാൻ രോഗിയാണല്ലോ. ഈ പ്രായത്തിൽ എന്തിനിങ്ങനെ പേടിക്കുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവില്ല. ചിലപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഞാൻ ആസ്വദിക്കുന്നുണ്ടാവും. മാതാപിതാക്കളുള്ള കാലത്തിൽ ഇതൊക്കെ പറ്റും. കുറച്ചേരം ഉറങ്ങി. സോഷ്യൽ മീഡിയകളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തി. മൊബൈലിൽ ചാർജ് ചെയ്യുന്നപ്പോൾ വീണ്ടും ടിവിക്ക് മുമ്പിലിരുന്നു. അപ്പോഴാണ് അടുക്കള വാതിൽ വഴി സിനിമകൾ അകത്ത് വന്നു. നീല ചുരിദാറാണ് വേഷം. പനി കുറവുണ്ടോ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. കുറച്ച്. ജോണിച്ചായല്ലേ അവിടെ? അപ്പിനെ അമ്മച്ചേരി കല്യാണത്തിന് പോയി. അജയന് ഫുഡ് തരട്ടെ? ഞാൻ തലയാട്ടി. അവൾ അടുക്കളയിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞ് ചൂട് കഞ്ഞിയും ചമ്മന്തിയും പപ്പടവുമായി തിരിച്ചെത്തി. ടിവിയിൽ നന്ദനം സിനിമ ഓടുകയാണ്. എന്റെ മുന്നിലുള്ള ടീപ്പോയിലേക്ക് അവൾ പാത്രങ്ങൾ വെക്കാൻ കുഞ്ഞതും നവ്യ നായർ കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. മനുവേട്ട, ഞാനേ കണ്ടുള്ളൂ. ഞാൻ പാത്രേ കണ്ടുള്ളൂ. പണ്ടാരടങ്ങ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അടുത്ത നിമിഷം സിനിമകൾ വലം കൈ കൊണ്ട് ചുരിദാറിന്റെ കഴുത്തു ഭാഗത്തേക്ക് പൊത്തിപ്പിടിച്ചു. എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. ഇതെന്തൊരു കഷ്ടമാണ് മുത്തപ്പോ. മനസ്സിൽ പോലും ചിന്തിക്കാത്ത നടക്കുന്നത്. ഞാൻ പോട്ടെ. തന്റെ കോഴ്സ് കഴിയാറായോ? ഞാൻ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി ചോദിച്ചു. അവൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയാണെന്നറിയാം. 2 മാസം കൂടിയുണ്ട്. അതിനുശേഷം എന്താ പരിപാടി? തീരുമാനിച്ചിട്ടില്ല. എറണാകുളത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ എന്തെങ്കിലും ജോലി നോക്കണം. ഈ പട്ടിക്കാട്ടി കഴിയുന്ന ഇവൾക്ക് എറണാകുളത്ത് ഫ്രണ്ടോ? അഞ്ജന ചേച്ചി നാട്ടിലെത്തിയതിന്റെ പനിയാണ് അജിയേട്ടന്. പിശാശ്. എനിക്കിട്ട് താങ്ങും മാത്രം ഇവൾക്ക് നാണവും ചമ്മലൊന്നുമില്ലേ? അതുകൊണ്ടൊന്നുമല്ല. ശരിക്കും ആ ചേച്ചിക്ക് അജിയേട്ടൻ തന്നെയാ ചേർച്ച. എന്ത് ചെയ്യാനാ സിനി? നമ്മളൊന്ന് ആഗ്രഹിക്കും, ദൈവം മറ്റൊന്ന് നടത്തും. ഞാൻ ദീർഘമായി നിശ്വസിച്ചു. തനിക്ക് ലോവൊന്നുമില്ലേ? അയ്യോ ഇല്ല. അപ്പനറിഞ്ഞ എന്നെ കൊല്ലും. ബെസ്റ്റ്. ലോകത്തെ എല്ലാ മക്കളും പേരൻസിനോട് അനുവാദം വാങ്ങിച്ചാണല്ലോ പ്രേമിക്കുന്നത്. ഈ പെണ്ണെന്താ ഇങ്ങനെ? പോട്ടെ, കുറച്ച് ജോലിയുണ്ട്. സിനിമകൾ വന്ന വഴി മടങ്ങി. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന മൊബൈൽ എടുത്ത് ഗാലറി തുറന്നു. ഒരു ഫോൾഡർ നിറയെ അഞ്ജനയുടെ ഫോട്ടോസാണ്. ഹൃദയത്തിൽ ഒരു ചെറുനോവ് പടരുന്നു. മുച്ചിലോട്ട് കാവിലെ തെയ്യം കാണാൻ പോയ ദിവസമായിരുന്നു ആദ്യമായി അവളോട് ഇഷ്ടം തോന്നിയത്. അതിനു മുമ്പ് പലതവണ അവളെ കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് അവൾക്കൊരു പ്രത്യേക ഭംഗിയുള്ളതായി അനുഭവപ്പെട്ടു. എൻ്റെ കൂടെ ആ നാട്ടിലെ ആകെയുള്ള ഫ്രണ്ട് മഹേഷുമുണ്ട്.
1ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ് ഞാനും അവനും തമ്മിൽ. എല്ലാ ഉടായ്പകളും പരസ്പരം അറിയാം. എടാ, അവൾക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നോ? ദീപങ്ങളുടെ പ്രകാശത്തിൽ നിൽക്കിയായിരുന്ന അഞ്ജനയെ നോക്കി ഞാൻ ചോദിച്ചു. അത് ബാലകൃഷ്ണേട്ടന്റെ മോളലാജി. അതെ. ഉഫ്, തമിഴ് നടി നമിതയെ പോലെയുണ്ട്. ഞാൻ അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തു. അനാവശ്യം പറയുന്ന തിണ്ടി, നീ ആസ്വദിക്കണ്ട. എന്തു പറ്റി? മോനൊത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഉവ്, ഞാൻ ഫിക്സ് ചെയ്തു. നഴ്സറി കുട്ടിയെ പോലെ നിന്നെ വളർത്തുന്ന മോഹനേട്ടെങ്ങാനത് അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് പിന്നത്തെ കാര്യമില്ലേ. ആദ്യം അവളെ വളർക്കാൻ വഴി നീ പറഞ്ഞ. എനിക്ക് ഇക്കാര്യത്തിൽ വലിയ പരിചയമൊന്നുമില്ല, ആലോചിക്കാം. ഇടയ്ക്കെപ്പോഴും അഞ്ജനയുടെ നോട്ടനിലേക്ക് പതിഞ്ഞു. ദൈവമേ, അപ്പോഴത്തെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ രാത്രി അവളും വീട്ടുകാരും തിരിച്ചു പോകുന്നവരെ ഒരു നിശ്ചിതാകലം വിട്ട് ഞാനും മഹേഷും പുറകെ നടന്നു. ഒരു സുഖം, പരസുഖം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയതെന്ന് ഞാൻ അവകാശപ്പെടില്ല. അതൊക്കെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ ശീലാണ്, അതും പല പ്രായത്തിലുള്ളവരോട്. പക്ഷെ ഒരെണ്ണം പോലും തുറന്നു പറഞ്ഞിട്ടില്ല. വൺ സൈഡ് ലവ്. ഇതങ്ങനെ ആയിക്കൂടാ. സ്വന്തം നാട്ടിൽ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടാണോ ഞാൻ മറ്റുള്ളവരെ തേടി അലയുന്നു? ഇനി അത് വേണ്ട. പിന്നെ അഞ്ജനയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള കഠിന പരിശ്രമമായിരുന്നു. 1 വർഷത്തോളം കഷ്ടപ്പെട്ട് ഒടുക്കം ഫലം കണ്ടു. നേതാജി ക്ലബിന്റെ വാർഷികാഘോഷങ്ങൾ നടന്ന രാത്രി ഗ്രൗണ്ടിൽ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും മാറി തെങ്ങിൻ തോപ്പിൽ ഇരുട്ടിൽ വെച്ച് അഞ്ജനന്റെ പ്രണയം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാകും അജിയേട്ടാ? ഏയ്, എന്ത് പ്രശ്നം? ഞാൻ അത്രയ്ക്ക് കൊള്ളയില്ലാത്തവനൊന്നുമല്ലല്ലോ. നിന്റെ വീട്ടുകാരും സമ്മതിക്കും. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അവൾ തലവിൽക്കുന്ന അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു. കെട്ടിപ്പിടിച്ച ഒരു ഉപ്പുമ കൊടുക്കാൻ കൊതിച്ചതാണ്. പക്ഷെ ഞാനൊരു ആക്രാന്തക്കാരനാണെന്ന് അവൾക്ക് തോന്നിയാലോ? അവസരം കിട്ടും. പിന്നെ പ്രണയത്തിന്റെ വസന്തകാലമായിരുന്നു. അവൾ പഠിക്കുന്ന കോളേജ് ടൗണിലാണ്. ഞാൻ ഇടയ്ക്ക് ബാക്കിൽ നിന്ന് മുങ്ങി അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കും. ചിലപ്പോൾ സിനിമക്ക് കയറും. മഹേഷിന്റെ കസിൻ അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. എനിക്ക് വേണ്ടി അവൻ ആ ചേച്ചിയുടെ കാൽ പിടിച്ച് അനുവാദം വാങ്ങി. അതിനകത്ത് ഒരു ചെറിയ റൂം ഞങ്ങൾക്ക് അവർ ഒരുക്കി തന്നു. ഉള്ള സൗകര്യത്തിൽ ഞങ്ങൾ പ്രണയസല്ലാപങ്ങൾ നടത്തി. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നാട്ടിലെ ഏകദേശം എല്ലാവരും അറിഞ്ഞു. അതിലെനിക്ക് യാതൊരു പേടിയും തോന്നിയില്ല. എന്നാലും എല്ലാം അറിയേണ്ടതല്ലേ. പക്ഷേ പ്രണയത്തിന്റെ മാനമുട്ടി വളർന്ന മരത്തിന് മുകളിൽ നിന്ന് എന്നെ താഴേക്ക് തള്ളിയിട്ട് അവൾ സുജീഷ് എന്ന മരംകുത്തിയുടെ കൂടെ പറന്നുപോയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഓട്ടെ പോലും സംഭവിച്ചല്ല നല്ലതിനാ. രാത്രി 7 മണിയോടെ ജോണിച്ചായനും സിനിമകളും വീട്ടിലെത്തി. പനി കുറഞ്ഞു ആജി? ഹാളിൽ നിന്നുകൊണ്ട് ജോണിച്ചായൻ ചോദിച്ചു. ആ, നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എല്ലായിടത്തും പനിയാ, സൂക്ഷിക്കണം. ജോണിച്ചായൻ കല്യാണത്തിന് പോയിട്ട് നേരത്തെ എത്തിയോ? ഇല്ലടാ, വന്നേ ഉള്ളൂ. അപ്പോഴാ മോള് പറഞ്ഞു നിനക്ക് അത്താഴം തരണമെന്ന്. സിനിമകൾ അടുക്കളയിലായിരുന്നു. അച്ഛനും അമ്മയും വരാൻ വൈകൂടാ. ചിലപ്പോൾ അച്ഛനെ തറവാട്ടിലെത്തിയ പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നില്ല. പിന്നെ അമ്മ പിടിച്ച് വലിച്ചുകൊണ്ട് വരണം. ഇന്ന് രാത്രി മൊത്തം കിടന്നിട്ട് ഓരോന്ന് പിതുറിക്കും. അച്ഛമ്മ ക്ഷീണിച്ചു, ഇളയച്ചൻ മെലിഞ്ഞു, പറമ്പിലെ വാഴ ഉണങ്ങി, അങ്ങനെ ഓരോന്ന്. ജോണിച്ചായൻ ചിരിച്ചു. വയസ്സായാലും സ്വന്തം വീട്ടിൽ ചെന്ന എല്ലാവരും കുട്ടികളാവും. എനിക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോടാ, ഒരു പെണ്ണൊക്കെ കേട്ടണ്ടേ. ആ, ജോണിച്ചായനും കൂടി എനിക്ക് ഇക്കാര്യം പറയാനുള്ളൂ. അല്ല, ഞാനിങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്കൊന്നും സഹിക്കുന്നില്ലല്ലേ? അതുകൊണ്ടല്ലടാ നിന്റെ അച്ഛന് നല്ല ആഗ്രഹമുണ്ട് കല്യാണം നടത്താനേ. നീ ബാലകൃഷ്ണന്റെ മോളെ മറന്ന് വേറെ കെട്ടലവനെ ഏതൊക്കെ അമ്പലത്തിൽ വഴിപാട് തീർന്നിട്ടുണ്ട്. അപ്പൊ അതാണ് കാര്യം. എന്തായാലും അച്ഛനോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നി. ഏതെങ്കിലും ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചൊരു വടിയുമെടുത്ത് കെട്ടടാന്നാറി താലിയെന്ന് അച്ഛന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ ഞാൻ അനുസരിച്ചേനെ. അത് ചെയ്യാതെ എന്നെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഡാഡി കൂൾ. ഇന്നുവരെ അഞ്ജനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വാക്കുപോലും അച്ഛൻ ചോദിച്ചിട്ടില്ല. തേപ്പ് കിട്ടിയ മോനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാവും. സിനിമകൾ ഉച്ചക്കത്തെ റിപ്പീറ്റ് ഫുഡുമായി അവിടേക്ക് വന്നു. ടോപ്പിന് മുകളിൽ മുൻകരുതൽ എന്ന പോലെ ഷോൾ ഇട്ടിട്ടുണ്ട്. മിടുക്കി എന്നെ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ജോണിച്ചായൻ കഴിച്ചോ? ഏയ് ഇല്ല, എനിക്ക് കഴിക്കും മുമ്പ് 2 എണ്ണം അടിക്കണം. നീ എങ്ങനെ അടിയുണ്ടാ? റമ്മിൽ ചിരി കുരുമുളക് ചാച്ചിട്ട് ഒരു പിടി പിടിച്ചാലേ പാനിയൊക്കെ പമ്പ അടക്കും. മോനെ ജോണി, ഞാൻ കള്ളുടിക്കുമെന്നറിയാൻ വേണ്ടി ചൂണ്ടിടിക്കാണല്ലേ. കൊത്താൻ തൽക്കാലം മനസ്സില്ല. ഏയ്, എനിക്കിങ്ങനെ മണം തന്നെ അലർജിയാ. നല്ല കുട്ടിയായ എന്നെ ജോണിച്ചായ അഭിമാനത്തോടെ നോക്കി. ഞാൻ കഞ്ഞി കുടിച്ച് തീരുന്നവരെ 2 ആൾ അവിടെ ഇരുന്നു. അജി, നാളെ പ്രൈവറ്റ് ബസ് പണി കൊടുക്കാന്ന് കേട്ടു. നീ രാവിലെ ടൗണിലേക്ക് പോകുമ്പോൾ ഇവളെയും കൂട്ടാമോ? അച്ഛൻ നാളെ ലേറ്റായിട്ട് കടയിൽ പോകും. ഞാൻ ബൈക്കിലാ പോവാ. ആ, അതറിയാവുന്നതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. വേറെ ആരുടെയും കൂടെ വിശ്വസിച്ച് വിടാൻ പറ്റില്ലല്ലോ. നീ ആണെങ്കിൽ വേറെ കണ്ണോട് ഇവളെ കാണില്ലല്ലോ. ഉള്ള 2 കണ്ണുകൊണ്ട് ഒരിക്കൽ മൊത്തമായി കണ്ടതാ. ആ ഒറ്റ കാരണത്താലാ ഇത്രയും നാൾ ഒഴിഞ്ഞു മാറി നടന്ന്. എന്തായാലും സമ്മതിച്ചേക്കാം, എന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്നതല്ലേ. വൈകിട്ടും സിനിമകളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. ജോണിച്ചായൻ സന്തോഷത്തോടെ മോളെയും കൊണ്ടുപോയപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് കിടന്നു. പിന്നെ ഫോണെടുത്ത് മഹേഷിനെ വിളിച്ചു. അവനിപ്പോൾ കൊച്ചിയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. എന്തുവാടേ, എനിക്ക് രാത്രി ഉറക്കൊന്നുമില്ലേ? പനിച്ചെടുക്കണോ? എന്തു പറ്റി പെട്ടെന്നൊരു പനി? ഇന്നലെ കടവിൽ അടിച്ച് പാമ്പായി കിടന്നപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഞെട്ടിപ്പോയി. നാട്ടിലില്ലെങ്കിൽ ഞാനെല്ലാം അറിയടാ. അഞ്ജന ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ മൂളി.
അത് വിട്ടേക്കടാ. കേരളത്തിൽ വേറെ ലക്ഷക്കണക്കിന് പെൺപിള്ളേരുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഇവിടുന്ന് ഒരു ദിവസം സെറ്റാക്കി തരാം. വേണ്ട, ഇനി അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ ഞാൻ കിട്ടും. അക്കാര്യം സംസാരിക്കാനാ ഞാൻ നിന്നെ വിളിച്ച്. പറ. എടാ, വീട്ടുകാർക്ക് നല്ല ആഗ്രഹമുണ്ട് പെണ്ണിട്ടി കാണാൻ. അത് ചെയ്താലോന്നാ ഇപ്പോഴത്തെ ആലോചന. വളരെ നല്ല കാര്യം. എടാ, ഒത്തിരി ചെലവൊരു മഹി. അതൊന്നും എനിക്കറിയില്ല. സ്വർണത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. താലി, അവൾക്കിടാനുള്ള മോതിരം, പിന്നെ ഡ്രസ്സുകൾ, സദ്യ, കല്യാണ മണ്ഡപം, ചുരുങ്ങിയതൊരു 10 ലക്ഷം വേണ്ടി വരുമായിരിക്കും. 10 ലക്ഷോ? അത്രയ്ക്ക് വരുമോ? ഞാൻ ഞെട്ടിപ്പോയി. എടാ, ഒരു ഊഹം പറഞ്ഞാ ചിലപ്പോൾ അതിലും കൂടും. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നടത്തണം. പിന്നുള്ള വഴി ഏതെങ്കിലും ഒരുത്തിയെ വളച്ചെടുത്ത് ഒളിച്ചോടിപ്പോയി ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കെട്ടുക എന്നുള്ളതാ. നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ലെന്ന് നീ തെളിച്ചാണല്ലോ. ജീവിതത്തിൽ ആദ്യ പ്രണയം തന്നെ മൂഞ്ചി സ്ഥിതിക്ക് അതിന് നീ മെനക്കണ്ട. തെണ്ടി, നീക്കൊരു ഫ്രണ്ടാണോടാ? എനിക്ക് ദേഷ്യം വന്നു. സത്യമുള്ള പോലെ പറയുന്നതിനാ യഥാർത്ഥ നല്ലത്. കാശാണോടാ നിന്റെ പ്രശ്നം? മോനെ ഇടുന്നാലും സഹായിക്കും. ഒറ്റ മോനല്ലേ? 1-2 ലക്ഷം ഞാൻ തരാം കടായിട്ട്. തേഞ്ഞിട്ടുള്ള ലോൺ എടുക്കാം. കല്യാണം കഴിക്കാൻ ലോൺ ഉണ്ടോ? ഉണ്ടടാ, പ്രധാനമന്ത്രി കല്യാണ യോജന. നിന്നെപ്പോലുള്ള വിവരം കെട്ടന്മാര് പെണ്ണിട്ടില്ലെങ്കിൽ നന്നാൻ വേണ്ടിയുള്ള പദ്ധതിയാ. വെച്ചിട്ട് പോമായി. അളിയെ ചൂടാവില്ലേ? അപ്പോ ഉറപ്പിക്കാല്ലേ? പിന്നല്ലാതെ. എടാ, ഇപ്പൊ തന്നെ ആർക്കും പെണ്ണിട്ടുന്നില്ല. സുനിയേട്ടനൊക്കെ മുഴുക്കുടിനായത് പെണ്ണിട്ടാതെ സങ്കടം കൊണ്ടാ. പഠിപ്പും നല്ല ജോലിയുള്ള പിള്ളേര് പോലും മാട്രിമോണിയൽ സൈറ്റുകൾ കാത്തിടക്കിയ. അപ്പൊ പിന്നെ ബേക്കറിക്കാരന്റെ കാര്യം പറയണം. സുലോചന ചേച്ചിയുടെ മോള് ഹർഷ നിനക്ക് നന്നായിട്ട് ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? എനിക്ക് ഈ നാട്ടിൽ നിന്ന് വേണ്ട. ഞാൻ തീർത്ത് പറഞ്ഞു. വല്ല ഉഗാണ്ടയിൽ നിന്ന് കെട്ടേണ്ടി വന്നാലും ഇവിടുന്ന് വേണ്ട. അപ്പുറത്ത് 2 മിനിറ്റ് നിശബ്ദത. അജി, മലപ്പുറത്തുള്ള എൻ്റെ ഒരു മാമനില്ലേ, പുള്ളിയുടെ മോളെയാണോ? നിന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് നല്ലത്. ഞാൻ ട്രെയിൻ മുമ്പിൽ ചാടുന്നില്ലേടാ. തൂക്കി കയറി ഇവിടെ കടപ്പില്ലേ. മാമന്റെ വീടിനകത്ത് ഒരു പെണ്ണുണ്ട്, അശ്വതി. പെരുന്തൽമണ്ണ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യാം. കാണാൻ കൊള്ളാം, നല്ല സ്വഭാവം. അച്ഛൻ KCB ലൈൻമാനാണ്, അമ്മ അംഗൻവാടി ഹെൽപ്പർ. വലിയ പണക്കാരൊന്നുമല്ല, നിനക്ക് നന്നായിട്ട് ചേരും. അവൾക്ക് നല്ല ആലോചനകൾ നോക്കുന്നുണ്ട്. ഇത്രയും ദൂരത്തേക്കൊക്കെ അവരായിക്കോടാ. എന്റെ ആശങ്ക അതായിരുന്നു. അതൊക്കെ മാമ സെറ്റാക്കി തരൂടാ. മൂപ്പർക്ക് നിനക്ക് കമ്മീഷൻ കൊടുത്താൽ മതി. ഞാൻ ഫോട്ടോ അയക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാമനോട് പറഞ്ഞ് അശ്വതിയുടെ അച്ഛനോട് കാര്യം അവതരിപ്പിക്കാം. അതിനുശേഷം എൻ്റെ അമ്മ വഴി നിന്റെ വീട്ടിലും. ഓക്കെ ആണോ? ഞാൻ സമ്മതിച്ചു. ഈ നിരാശകാമന്റെ വേഷം ഇനി എത്ര നാൾ കിട്ടും? എനിക്കും വേണമല്ലോ കുടുംബവും കുട്ടികളും. പിന്നെ വേറൊരു കാര്യം, അഞ്ജനയുടെ അതേ മുടി വേണം, അതേ മോന്ത വേണം, അവളുടേതുപോലെ മറ്റു പലതും വേണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനത്തെ യാതൊരു വാശിയില്ല മഹി. കൂർമ്പക്കാവിൽ താലപ്പൊലിക്ക് എൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് അവളുടെ ആ തെണ്ടി സുജീഷിന്റെ മുന്നിലൂടെ നെഞ്ചും വിരിച്ച് എനിക്ക് നടക്കണം. അത്രയേ വേണ്ടൂ. എങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. ഫോട്ടോ ഇപ്പിട്ട് തരാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഫോണിൽ എങ്ങനെയാടാ അവളുടെ ഫോട്ടോ കിട്ടിയത്? കല്യാണത്തിന് മുമ്പേ സംശയരോഗം തുടങ്ങിയോ? എന്റെ പൊന്നു ദുരന്തമേ, മാമന പറഞ്ഞ് നല്ല പയ്യന്മാരാരുണ്ടെങ്കിൽ അറിയിക്കാൻ. പുള്ളി ബ്രോക്കറാണെന്ന് നീ മറന്നോ? നിന്നെയൊക്കെ കെട്ടിക്കാൻ നോക്കുന്ന എന്നെ തള്ളണം. വെച്ചിട്ട് പോടാ. തെറികളുടെ മാലപ്പടക്കം പൊട്ടിത്തീരും മുമ്പേ ഞാൻ കോൾ കട്ട് ചെയ്തു. 5 മിനിറ്റുള്ളിൽ വാട്സാപ്പിൽ മഹേഷ് ഫോട്ടോ അയച്ചു. ഞാൻ ആകാംക്ഷയോടെ ഓപ്പൺ ചെയ്ത് നോക്കി. ഫുൾ സൈസ് ഫോട്ടോ ആണ്. ഒരു നാടൻ പെൺകുട്ടി, അധികം തടിയൊന്നുമില്ല, ഇരുനിറം, ഭംഗിയുള്ള ചിരി. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൊസീഡ് എന്ന് മഹേഷിന് മെസ്സേജ് അയച്ച ശേഷം വീണ്ടും കണ്ണുകളിൽ ആ ഫോട്ടോ ഞാൻ സ്കാൻ ചെയ്തു തുടങ്ങി. എനിക്ക് ഇവള് മതി. കണ്ണൂർ ടു മലപ്പുറം പെരിന്തൽമണ്ണ ഇച്ചിരി ദൂരാണ്, എന്നാലും സാരമില്ല. അഥവാ ഭാവിയിൽ വഴക്കിട്ടാലും പിണങ്ങി വീട്ടിൽ പോകാൻ അവൾക്ക് 2 വട്ടം ചിന്തിക്കും. അഞ്ജന അജിത് കുമാർ എന്ന് പണ്ട് മനസ്സിൽ കോറിയിട്ടത് ഞാൻ മായ്ച്ചു കളഞ്ഞു. പകരം അശ്വതി അജിത് കുമാർ എന്ന് എഴുതി. അഞ്ജനയെ അഞ്ജു എന്നാണ് ചുരുക്കി വിളിച്ചിരുന്നത്. അശ്വതിയെ അച്ചു എന്നായിരിക്കോ? അശ്വതി അച്ചു. അയ്യേ, അത് വേണ്ട. ഫേസ്ബുക്കിൽ ഏതോ ഫേക്ക് ഐഡി പോലെ തോന്നുന്നു. അശു എന്ന് വിളിക്കാം. എന്റെ അശു. ഞാനൊന്ന് വിളിച്ചു നോക്കി. ജിലേബി മീമുളകിട്ടിൽ മുക്കി കഴിക്കുമ്പോലൊരു ഫീൽ. സാരമില്ല. അശ്വതിയുടെ ഫോട്ടോയിൽ നോക്കി തന്നെ ഞാൻ ഉറക്കത്തെ കാത്തി കിടന്നു. കൊട്ടും കുരവയുമായി അശ്വതി എന്റെ ഭാര്യയാക്കുന്ന സ്വപ്നം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ രാവിലെ കുളിച്ചൊരുങ്ങി അടുക്കളയിലെത്തിയപ്പോൾ അമ്മ പുട്ടും കടലയും മേശപ്പുറത്ത് എടുത്തു വെക്കുകയായിരുന്നു. അച്ഛനെണീറ്റില്ലേ അമ്മേ? ഇല്ല, ഇന്നലെ 12:30 കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ. പതിവ് പോലെ രാത്രി കരച്ചിലും പിഴിച്ചിലും കഴിഞ്ഞ് ഉറങ്ങിയത് 3 മണിക്കോ മറ്റോ ആണ്. നിന്റെ അച്ഛമ്മക്ക് ശ്വാസം മുട്ടൽ കൂടുതലാ. അതും പറഞ്ഞ എന്നെയും ഉറങ്ങാൻ വിട്ടില്ല. അച്ഛമ്മക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ? അപ്പൊ ആരെങ്കിലും പറമ്പിൽ കയറി തേങ്ങ മോഷിച്ചാലോ? നിനക്ക് അവരുടെ സ്വഭാവം അറിയില്ലേ? അതൊന്നുമില്ല. അച്ഛമ്മക്ക് അമ്മയെ പേടിയാ. പണ്ട് അച്ഛന്റെ ഭാര്യയുടെ അവിടെ ചെന്നപ്പോ കുറെ കരയിച്ചിട്ടില്ലേ? അതിന്റെ പ്രതികാരം അമ്മ ഇപ്പൊ വീട്ടിൽ വന്ന പേടി കാണും. ചെറുക്ക, രാവിലെ വെറുതെ എന്റെ വായിന്ന് കേൾക്കരുത്. അമ്മ തവിയുടെ പിടി കൊണ്ട് പുട്ടുകുറ്റിയുടെ പുറകിൽ ആഞ്ഞു കുത്തി. ഇന്നലെ അവര് പറയാ നീ കല്യാണം കഴിക്കാത്ത ഞാൻ കാരണാണെന്ന്. എന്നോട് നിന്റെ സ്നേഹം കുറഞ്ഞു പോകുന്ന പേടി പോലും. ആണോടാ? അല്ലല്ലോ, ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. സത്യാണോടാ? അമ്മയുടെ കണ്ണുകൾ വിടർന്നു. അതേ സാവിത്രി കുട്ടി, നീ അങ്ങനെ പെട്ടെന്ന് നന്നാവുന്നതിനൊന്നും അല്ലല്ലോടാ. അമ്മ സംശയത്തോടെ എന്നെ അടിമുടി നോക്കി. സത്യം പറയടാ, ആരാ നിന്റെ മനസ്സിൽ? ഇത്ര പെട്ടെന്ന് വേറെ എവിടെന്നെങ്കിലും ലൈൻ വലിച്ചോ?
ഇതാണ് പ്രശ്നം. ഞാൻ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ അവിടെയാണ് സംശയം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെ വേണേലും കാണിച്ചെന്നോ, ഞാൻ കെട്ടിക്കോളാം. അമ്മ സീലിംഗിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചു. ആ ബ്രോക്കർ നാരായണിട്ട് വേണ്ട, അയാൾ ഈ നാട്ടിലാരെങ്കിലും കാണിച്ചു തരും. എന്നാ പിന്നെ ലീലയോട് ചോദിക്കാം, അവളാവുമ്പോ എല്ലായിടത്തും പോകുന്നല്ലേ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ലീലേച്ചി മഹിയുടെ അമ്മയാണ്. പുള്ളിക്കാരി LIC ഏജന്റ് ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങുന്ന. അപ്പൊ അശ്വതിയുടെ കാര്യം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഡൗട്ട് തോന്നില്ല. എന്തെങ്കിലും ചെയ്യ. ഞാൻ മുറ്റത്തേക്ക് നടന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും മാനത്ത് നിന്ന് പൊട്ടി വീണ പോലെ സിനിമോള് പ്രത്യക്ഷപ്പെട്ടു. അജയേട്ടാ, ഗുഡ് മോർണിംഗ്. അവൾ കുടുംബമായിട്ട് അയൽപക്കത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളായി. ഇത് ആദ്യത്തെ ഗുഡ് മോർണിംഗാ ഈ 10 വർഷത്തിനിടക്ക്. ഗുഡ് മോർണിംഗ് സിനി, പോവാം. അവൾ തലവിളിക്ക്. ഞാൻ അമ്മയുടെ ഹെൽമെറ്റ് നീട്ടി. അവളത് ധരിച്ചു. പിന്നെ ടോപ്പ് ഒതുക്കി പിടിച്ച് ബൈക്കിൽ കയറി ഒരു വശത്തേക്ക് ഇരുന്നു. ഡവ് സോപ്പിന്റെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്താ ഇതിലൂടെ പോകുന്നേ? കവലയിലേക്ക് കയറാതെ ഞാൻ ഇടവഴിയിലൂടെ ബൈക്ക് ഓടിക്കുന്ന കണ്ടപ്പോൾ സിനി ചോദിച്ചു. പേടിക്കാതിരിക്കും വച്ചേ, ഞാൻ കൊണ്ടുപോയി പീഡിപ്പിക്കൊന്നുമില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. കവലയിലെ ചായക്കടയുടെ മുമ്പിൽ ഈ സമയത്ത് നാട്ടിലെ സകല വായി നോക്കികൾ ഇരിക്കുന്നുണ്ടാവും. അവരുടെ മുമ്പിലൂടെ നിന്നെയും കൊണ്ടുപോയാ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. നാളെ വേറൊരുത്തിയുടെ ഭർത്താവേണ്ടവനാ ഞാൻ. ഒരു ചീത്ത പേരും കേൾക്കാൻ വയ്യ. ഇത് ഞാൻ പറയേണ്ട ഡയലോഗല്ലേ ചേട്ടാ? അതെന്താ, ആണുങ്ങൾ ഇതൊന്നും ബാധിക്കില്ലേ? ചേട്ടാ, ഞാൻ ബൈക്കിൽ കയറിയത് പ്രശ്നമായോ? അജിയുടെ ഇന്നലത്തെ അപ്പനോട് പറഞ്ഞുകൂടായിരുന്നു പറ്റില്ല എന്ന്. ഞാൻ മറുപടി അറിയാതെ വേഗം കൂട്ടി. 9 മണിയോടെ ഞങ്ങൾ ടൗണിലെത്തി. വൈകിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വണ്ടിക്ക് പോയിക്കോളാം, അജിയേട്ടൻ ബുദ്ധിമുട്ടുണ്ടാ. ഹെൽമെറ്റ് അഴിച്ച് കയ്യിൽ തന്നുകൊണ്ട് സിനിമോൾ പറഞ്ഞു. എൻ്റെ പൊന്ന് സിനി, ഞാനൊരു തമാശ പറഞ്ഞ നാട്ടുകാരുണ്ട്, എനിക്കൊരു ചുക്കുമില്ല. പണ്ടൊരുത്തി ഇതുപോലെ ബൈക്ക് കയറ്റി കുറേയുടെ മുമ്പിലൂടെ കറങ്ങിയിട്ടുണ്ടേ. ഇടവഴിയിലൂടെ ഷോർട്ട് കട്ട് കയറി വന്നാൽ ഇച്ചിരി പെട്രോൾ ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് ചെയ്താ. ഗൗരവം മാറിയവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നിന്നെ നമ്പര് ഞാനിവിടെ തരാകുമ്പോൾ വിളിക്കാം. യാതൊരു മടിയും കൂടെ ആ സിനിമോള് പറഞ്ഞ നമ്പർ ഞാൻ സേവ് ചെയ്ത് ഒരു മിസ്ഡ് കോൾ അടിച്ചു. പിന്നെ എൻ്റെ ബേക്കറി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അന്ന് മാത്രമല്ല, പിന്നീട് പലതവണ സിനിമോൾ എൻ്റെ ബൈക്കിന്റെ പുറകിൽ കയറി. ഞങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. ഇടയ്ക്കിടെ ഫോൺ വിളികൾ പതിവായി. അവളോടാണ് ഞാൻ അശ്വതിയുടെ കാര്യം ആദ്യം പറഞ്ഞത്. ഫോട്ടോയെ അയച്ചു കൊടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. വീട്ടിൽ പറഞ്ഞ ചേട്ടാ? ഇല്ല സിനി, ലീലേച്ചി തലശ്ശേരിയുടെ അനിയത്തിയുടെ വീട്ടില. കുറച്ചു ദിവസം കഴിഞ്ഞ് വരും. വന്നിടനെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. മഹിയുടെ മാമൻ അശ്വതിയുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. നേരിൽ പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു സദ്യ കഴിക്കാം അല്ലേ? സദ്യ കഴിച്ചിട്ട് മുങ്ങിയാൽ പോരാ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് നീയും ജോണിച്ചായനും സിസിലി ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. അത് ഉറപ്പല്ലേ? അവൾ ചിരിച്ചു. മനസ്സ് മുഴുവൻ അശ്വതിയെ പെണ്ണ് കാണാൻ പോകുന്നതായിരുന്നു. ലീലേച്ചിയെ കാത്തിക്കാതെ വീട്ടിൽ അവതരിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ അച്ഛനും അമ്മയും ഞാൻ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന് കരുതും. അത് വേണ്ട, ഇച്ചിരി വെയിറ്റ് ചെയ്യാം. കൂർമ്പക്കാവിലെ താലപ്പൊലി മഹോത്സവത്തിന് ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ കല്യാണം നടത്തണം. ഞാൻ ഉറപ്പിച്ചു. ഇടക്ക് മഹി വിളിക്കും. പെണ്ണാണൽ ചടങ്ങിന് അവന് കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ബാക്കിലിരുന്ന് കിനാവ് കാണുകയായിരുന്നു. അച്ഛൻ പുറത്തെവിടെയോ പോയതാണ്. കസ്റ്റമേഴ്സ് കുറവായത് കാരണം അവിടെ ജോലി ചെയ്യുന്ന പയ്യന്മാർ ഫോണിൽ നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ മൊബൈൽ റിങ് ചെയ്തു. സിനിമോളാണ്. ഹലോ, അജിയേട്ടൻ ഷോപ്പിലുണ്ടോ? ഉണ്ടല്ലോ. എനിക്കിന്ന് ക്ലാസ്സില്ലേ? ഞാൻ പെട്ടെന്ന് ഇറങ്ങി. എനിക്കൊന്ന് അജിയേട്ടനെ കാണണം. തിരക്കിൽ വരാൻ പറ്റുമോ? തിരക്കൊന്നുമില്ല, ഞാൻ വരാം. പെട്ടെന്ന് തന്നെ ഞാൻ ബൈക്ക് എടുത്ത് അവിടെ അടുത്തേക്ക് പോയി. റോഡരികിൽ അക്ഷമയോടെ നിൽക്കുകയാണ് സിനിമോള്. എന്തുപറ്റി? അജിയേട്ടൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് എങ്ങോട്ടേലും മാറി നിൽക്കാം. കാര്യം മനസ്സിലായില്ലെങ്കിലും ഞാൻ അവളെയും കൊണ്ട് അടുത്തുള്ള പാർക്കിലേക്ക് ചെന്നു. ഇനി പറ, എന്താ വെച്ചാൽ നിന്റെ പ്രശ്നം? പാർക്കിലെ ബെഞ്ചിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. സിനിമോളിന്റെ തൊട്ടടുത്തിരുന്ന് ഓരോ വിരലിലെയും നഖങ്ങൾ കടിച്ച് തുപ്പുകയാണ്. അവസാനത്തെ നഖം എൻ്റെ മുഖത്തേക്കാണ് തെറിച്ച്. നിന്റെ കയ്യിലെ തീർന്നെങ്കിൽ എൻ്റെ 10 വിരലും തരാം. പക്ഷെ ആദ്യം എന്താണ് പ്രശ്നം എന്ന് പറ. അത് ഞാൻ അജിയേട്ടനോടൊരു കാര്യം മറച്ചു വെച്ചു. എന്ത് കാര്യം? അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ എന്നെ നോക്കി. അജിയേട്ടാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. എടി, ഞാൻ കരുതി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. അതുകൊണ്ടല്ല നിന്നോട് തുറന്നു പറയുന്നത്. പക്ഷെ നീ ഇത്രയും വലിയ സീക്രട്ട് ഒളിപ്പിച്ചു വെച്ചല്ലേ. പ്ലീസ് അജിയേട്ടാ, അങ്ങനെ പറ്റിപ്പോയി. പറയണമെന്ന് പലതവണ വിചാരിച്ച. പക്ഷെ അന്ന് അജിയേട്ടന് പനിയായ ദിവസം ആരോടും പ്രണയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറ്റി പറഞ്ഞ എന്നെ പറ്റി എന്ത് കരുതുന്നൊരു പേടി. അതുകൊണ്ടാ. സോറി. പിന്നെ ഇപ്പൊ പറയാനെന്താ കാരണം? ഞാൻ ആകെ പെട്ടിരിക്കുക. നീ കാര്യം പറസിനി, ചുമ്മാ ടെൻഷനാക്കാതെ. ആരാണ്? നമ്മുടെ നാട്ടുകാരനാണോ? അല്ല, പക്ഷെ എൻ്റെ കുടുംബത്തിൽ തന്നെയാ. പേര് ജസ്റ്റിൻ. കുടുംബത്തിൽ തന്നെയാണെങ്കിൽ എന്താ പ്രശ്നം? നീ തെളിച്ചു പറ. അച്ഛനും എനിക്ക് ബാക്കിലെത്തണം. അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. അപ്പൻ്റെ വകയിലെ ഒരു കസിനാ ജസ്റ്റിൻ ചേട്ടായുടെ അപ്പൻ സാബിച്ചായൻ. അജിയേട്ടൻ്റെയും ഞങ്ങളുടെയും വീട് പോലെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സാബിച്ചായനും താമസിച്ചിരുന്നത്. അപ്പനും സാബിച്ചായനും വലിയ കാര്യമായിരുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അവർ തമ്മിൽ പിണങ്ങിയത്. എന്തിനായിരുന്നു പിണങ്ങിയത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞങ്ങളുടെ റബ്ബർ ഷീറ്റ് അപ്പനും സമയമില്ലാതായപ്പോൾ സാബിച്ചായനെ വിൽക്കാൻ കൊണ്ടുപോയിരുന്നു. ഒരിക്കലും വിറ്റ കാശിൽ എന്തോ കുറവ് പോലെ അപ്പനും തോന്നി. കടയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇടയ്ക്ക് സാബിച്ചായൻ കള്ളത്തരം കാട്ടാറുണ്ടെന്ന് അപ്പൻ അറിഞ്ഞത്.
പിന്നെ വഴക്കായി അടിയായി. അപ്പം സാബുച്ചായനെ കുതിരെ തല്ലി. സാബുച്ചായൻ കേസ് കൊടുത്തു. അപ്പം കുറച്ച് നാൾ അകത്തും കിടന്നേ. അതോടെ 2 കുടുംബങ്ങളും പിരിഞ്ഞു. ഞാൻ ജസ്റ്റിൻ ചേട്ടയുടെ കൂടെ സ്കൂളിൽ അതുവരെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതും നിന്നു. ഞങ്ങൾക്ക് ശത്രുതയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വീട്ടുകാരെ പേടിച്ച് മിണ്ടിയില്ല. കുറച്ചാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അതിനുശേഷം അവിടെയുള്ള വീടും സ്ഥലവും എല്ലാം വിറ്റ് ഇങ്ങോട്ട് വന്ന് അവള് നിർത്തി. ഇവിടെ വന്ന ശേഷം അവരെയൊക്കെ മറന്നു തുടങ്ങിയതാ. അപ്പോഴൊരു ദിവസം ജസ്റ്റിൻ ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അത് ആവർത്തിച്ചു. ഇടയ്ക്കെപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. സിനിമകളുടെ മുഖത്ത് ചെറിയൊരു നാണം. എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. പ്രേമെന്ന് കേൾക്കുമ്പോഴേ കലിയാണ്. ഇപ്പം എന്താ അവസ്ഥ? നീ അത് പറ സിനി. അതുപോലെ ഞാൻ അജയേട്ടൻ കാണാമെന്ന്. അവൾ എൻ്റെ അടുത്തോട്ട് നീങ്ങിയിരുന്നു. കോഴ്സ് കഴിഞ്ഞുകൊണ്ട് എന്നെ കെട്ടിച്ചുവിടാൻ അപ്പൻ്റെ പ്ലാന്. ജസ്റ്റിൻ ചേട്ടായില്ല വേറെ ആൾ എന്നെ കെട്ടുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ജോണിച്ചാനോട് കാര്യം തുറന്നു പറഞ്ഞൂടെ? അയ്യോ, അപ്പനറിഞ്ഞെന്നെ കൊന്ന് കുഴിച്ചിടും. ഇന്നും അപ്പന് സ്ഥാപിച്ചാനോട് വെറുപ്പാ. പരസ്പരം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ പോലും ഒത്തുതീർപ്പിൽ എത്തുന്നില്ല സിനി. പിന്നെയാണ് ഒരു റബ്ബർഷീന്റെ കേസ്. ആരെങ്കിലും കേട്ടാ ചിരിക്കും. അജിയണ്ണ എൻ്റെ അപ്പനറിയാലോ. ചോദിച്ചാൽ സ്വന്തം വീട് പോലും എഴുതി കൊടുക്കും. പക്ഷെ പറ്റിക്കാൻ ശ്രമിച്ചാൽ മരണം വരെ ക്ഷമിക്കില്ല. അന്ന് സ്ഥാപിച്ചതിന് അപ്പം കുറേ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും കളവ് കാണിച്ചുകൊണ്ടാണ് പ്രശ്നമായത്. പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്താലും ആ വെറുപ്പ് മാറിന്ന് 2 അടിക്കുമ്പോൾ അപ്പം പറയാറുണ്ട്. ഇതൊക്കെ നിനക്ക് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ അറിയില്ലായിരുന്നോ? സംഭവിച്ചു പോയി. സിനിമകൾ തലകുനിച്ച്. ശരി, അതുകൂടി സിനി. ഇനി എന്താ പ്ലാന്? എനിക്ക് വേറെ വഴിയില്ല ചേട്ടാ. എത്രയും പെട്ടെന്ന് ജസ്റ്റിൻ ചേട്ടായുടെ അടുത്ത് പോകണം. മനസ്സിലായില്ല? അതെന്നെ ഒളിച്ചോട്ടം. മുത്തപ്പാ, ഞാൻ ഞെട്ടി. ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? ചേട്ടായി എറണാകുളത്തുണ്ട്, അവിടേക്ക് ചെല്ലാനാ പറഞ്ഞേ. നിനക്ക് വട്ടാണോ സിനി? എന്റെ ശബ്ദം കുറച്ച് ഉറക്കിയായി പോയി. അത് കേട്ടിട്ട് അപ്പുറത്തെ ബെഞ്ചിൽ കടയുടെ മറവിലിരുന്ന് കുറുകിയായിരുന്ന കമിതാക്കൾ പേടിച്ചാടി എഴുന്നേറ്റു. ഏയ് ഒന്നുമില്ല, യു കണ്ടിന്യൂ. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. ആ പാർക്ക് ഓയോ റൂമാണെന്ന് സങ്കല്പിച്ച് അതുവരെ സുഖിക്കുകയായിരുന്ന ആ ജോഡിയിലെ പയ്യൻ എന്നെ ഒന്ന് ദഹിപ്പിക്കുന്ന പോലെ നോക്കി. നീയൊന്നും ഒരിക്കലും ഗതി പിടിക്കലടാ പട്ടി എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. പെൺകുട്ടി ഫോണും ചെവിയിൽ വെച്ച് ആരോടോ സംസാരിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു. പിന്നാലെ പയ്യനും. സിനി ഒളിച്ചോട്ടൊന്നിനും പരിഹാരമല്ല. എന്നാ പരിഹാരം അജയേട്ടൻ പറ. എനിക്ക് ചേട്ടായിട്ട് കൂടെ ജീവിക്കണം. അപ്പൻ എങ്ങനെ സമ്മതിപ്പിക്കും? ഞാനെന്തിനാ പറയുന്നത്? ചേടാ, ഇതെല്ലാം എന്റെ തലയിലായോ? അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ ആ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതോടെ എന്റെ മനസ്സലിഞ്ഞു. അല്ലെങ്കിലും ഞാനൊരു ലോല ഹൃദയന. കണ്ണീര് കണ്ട അപ്പം മനസ്സലിയും. എനിക്ക് ഇവിടെ ആകെയുള്ള ഒരു കൂട്ടം അജയേട്ടനല്ലേ. അതുകൊണ്ടാ വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതോടെ ഞാൻ മാനമുട്ടെ പൊങ്ങി. പണ്ട് ഇളയ ദളപതി വിജയുടെ ഷാജഹാൻ സിനിമ കണ്ട മനസ്സിൽ തെളിഞ്ഞു. സ്നേഹിക്കുന്നവരെ ഒന്ന് ചേർക്കുന്ന നായകൻ അവസാനം സ്വന്തം കാമുകിയെ വരെ വേറെത്തിനും സെറ്റായി കൊടുക്കുന്നു. ഈ ടീഷർട്ടിന്റെ പുറത്തൊരു ഫുൾ കൈ ഷർട്ട് കൂടി ഇട്ട് മുടിയൊന്നും ചെയ്യുക. ഞാനും വിജയ് തന്നെ. പക്ഷെ അടുത്ത സെക്കൻഡിൽ ജോണിച്ചായനും എൻ്റെ അച്ഛനും മനസ്സിൽ വന്നു. അതോടെ വിജയ് തൽക്കാലം വടിവേലുവായി മാറി. എന്നടാ പണ്ടേ എല്ലാം ശരി തന്നെ സിനി. പക്ഷെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് നീ അവൻ്റെ കൂടെ പോയാൽ ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അറിയാ ചേട്ടാ, ഒരുപാട് സ്നേഹിക്കുന്ന ആളും മറിഞ്ഞിട്ട് വീട്ടുകാർ കാണിച്ചിരുന്നവരെ കെട്ടിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമോ? അച്ഛനും അമ്മച്ചിക്കും ഉണ്ടാകുന്ന വിഷമം കുറച്ച് നാളെ കാണും. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി അവരെല്ലാം മറന്ന് ഓടി വരും. ഓഹോ, പ്രീ പ്ലാൻഡ് ആണല്ലോ. കുഞ്ഞിനുള്ള പേര് കണ്ടുപിടിച്ചോ? അവൾ ചമ്മലോടെ ചിരിച്ചു. പെൺകുട്ടിയാണെങ്കിൽ ടിൻറ്റുമോൾ. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇതിൽ എൻ്റെ റോൾ എന്താ? തെളിച്ചു പറ. അവൾ ചുറ്റുമോ നോക്കി പിന്നെ ശബ്ദം താഴ്ത്തി. എൻ്റെ കൂടെ പഠിക്കുന്ന അർച്ചന ചേച്ചിയുടെ കല്യാണമാണ് ഞായറാഴ്ച. അത് ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ പോയി ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് തിരിച്ചെത്തുന്നു പറഞ്ഞു. ഞാൻ കല്യാണത്തിന് കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ചെയ്യണം. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്തേക്ക് ട്രെയിൻ കയറും. പെണ്ണിന് എന്താ ധൈര്യം? കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒളിച്ചോടുന്ന കാര്യമാണ് ഈസി ആയിട്ട് പറയുന്നത്. ചേട്ടായിയുടെ വീട്ടുകാർക്ക് സപ്പോർട്ടാ ചേട്ടാ. ഞങ്ങൾ ഒരുമിക്കുന്നതോടെ പഴയതെല്ലാം മറന്ന് ഈ 2 കുടുംബങ്ങളും ഒന്നാവും. ഒരു സംശയം, കുറച്ച് റബ്ബർ ഷീറ്റിന്റെ പേരിൽ കൂട്ടുകാരനെ തലയാളോട് ഇന്നും മിണ്ടാതിരിക്കുന്ന നിന്റെ അപ്പൻ ഇത്രയും കാലം ഒരു കുറവും വരുത്ത ആ ഓമനിച്ച് വളർത്തിയ മോൾ ശത്രുവിന്റെ മോന്റെ കൂടെ ഒളിച്ചോടിയാ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കൊച്ചെ സ്നേഹം എന്ന സ്വാർത്ഥതയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന കൂടിയാ. എന്റെ കാര്യം തന്നെ നോക്ക്. അതിന് ആ ചേട്ടൻ വിട്ടുകൊടുത്തൊന്നല്ലോ. ആ ചേച്ചി തേച്ചതല്ലേ? പിശാശ്, എന്റെ അണ്ണാക്കി തന്നെ ആണിയടിച്ചു. ആ ചേട്ടൻ ഞാനൊരു പൊട്ടിപ്പെണ്ണൊന്നല്ല. ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നും അറിയാം. പക്ഷെ ചേട്ടായി ഞാൻ ഇന്നലെ പരിചയപ്പെട്ടൊന്നുമില്ലല്ലോ. കുട്ടിക്കാലം മുതൽ കാണുന്ന എനിക്ക് ആ കുടുംബത്തെ ഞങ്ങളുടെ പഴയ ലൈഫെല്ലാം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അമ്മച്ചിയും. ഇടയ്ക്ക് അമ്മച്ചി പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയും. ആ അമ്മച്ചിക്ക് നെഞ്ചത്തടിച്ച് കരയാനുള്ള വകുപ്പാണ് നീ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നു. ചെറിയ സംഘടനകൾ വലിയ സന്തോഷത്തിന് കാരണമാകുമെങ്കിൽ അത് നല്ലതാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? ആ, അത് നന്ദന സിനിമയിലെ ശ്രീകൃഷ്ണനാ പറഞ്ഞു. ആരായാലും പറഞ്ഞ കാര്യമല്ലേ? ഈശ്വര, ഈ കിളി പോയതിന് എന്ത് ചെയ്യും? ഞാൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ച്. ഞാനിപ്പോൾ എന്താ വേണ്ടത്? എന്നെ എറണാകുളത്ത് എത്തിക്കണം. സാധ്യമല്ല. നാടകത്തിലെ എന്ന പോലെ ബാസ് കൂട്ടിക്കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ഇതിനൊരിക്കലും കൂട്ടിൽക്കാൻ പറ്റില്ല സിനി. സ്നേഹിച്ചൊരു പിരിയുന്ന വേദന അനുഭവിച്ച ആളല്ല ചെയ്യട്ടെ. എന്നിട്ടാണോ ഇങ്ങനെ? അവൾ കരച്ചിൽ തുടങ്ങി.
കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം കുതുകുതാ കുതിച്ചൊഴുകുകയാണ്. തനിച്ച് ഇത്രയും ദൂരം പോകാനുള്ള പേടിയുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ആവശ്യം എൻ്റേതല്ലേ. അജിയേട്ടനെ മനസ്സിലാക്കുമെന്ന് കരുതി. എൻ്റെ തെറ്റ്. ബുദ്ധിമുട്ടായിട്ടോ മനസ്സിലായിട്ടോ അല്ല, അവിടെ അപ്പൻ്റെ കയ്യിലെ തഴമ്പുകൾ ഓർത്തിട്ടാ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ രണ്ടാളും കൂടി എന്നെ പഞ്ഞിക്കിടും. കല്യാണം കഴിച്ച് യാതൊരു പ്രശ്നമില്ലാതെ ഹാപ്പിയായിട്ട് ജീവിക്കണം എൻ്റെ സ്വപ്ന അറവുശാലയിലേക്ക് പോവാനൊരുങ്ങുന്നു. പക്ഷെ സ്നേഹിച്ച ആളെ പിരിയുന്ന വേദന അറിയാവുന്നതുകൊണ്ട് എനിക്ക് സിനിയുടെ സങ്കടം മനസ്സിലാവുകയും ചെയ്യും. ആകെ പെട്ടല്ലോ ദൈവമേ. ഞാൻ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും ഇരുന്നു. ഇവളോട് കമ്പനിയായതാണ് ഞാൻ ചെയ്ത തെറ്റ്. പണ്ടത്തെ പോലെ മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. എല്ലാത്തിനും കാരണം അഞ്ജനിയും സുജീഷുവാ. അവിടെ നിറവേറേണ്ട സങ്കടത്തിൽ കുടിച്ച് ഓഫായി കിടന്ന് എന്നെ രക്ഷിക്കാൻ പനിയാണെന്ന് അമ്മ കള്ളം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇവള് ഫുഡ് തരാൻ വന്നതും മിണ്ടിയതും. എടി, നിന്റെ ചേട്ടായിക്കൂടെ നിന്നെ കൊണ്ടുപോയി കൂടെ? ചേട്ടായി കൊച്ചിൽ ഡാൻസ് മാസ്റ്ററാണ്. പുള്ളിയുടെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമാണ് ഞായറാഴ്ച രാത്രി. പരമാവധി ശ്രമിച്ചു, പക്ഷെ അവർ വിടുന്നില്ല. എനിക്കാണ് വേറെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. അവൾ ഇൻസ്റ്റ തുറന്നൊരു വീഡിയോ എന്നെ കാണിച്ചു. ചതിക്കാത്ത ചന്തവിൽ സലീം കുമാർ അവതരിപ്പിച്ച ഡാൻസ് മാസ്റ്റർ വിക്രത്തിന്റെ ചെറുപ്പകാലം എന്ന പോലെ ഒരുത്തൻ. അതേ മുടി, അതേ ഡ്രസ്സ്. ഇവനാണോ ജസ്റ്റിൻ ചേട്ടായി? അടിപൊളി. എഡിറ്റിംഗ് ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നവരെ പരിഹസിക്കുന്ന പോലെ കുറെ വീഡിയോസ്. അതിലൊക്കെ അവന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന കുറെ പെങ്കൊച്ചുങ്ങളും ഉണ്ട്. ഇതൊക്കെ അവന്റെ സ്റ്റുഡൻസ് ആണോ? എല്ലാവരും അല്ല, ചിലര്. ബാക്കിയുള്ളവർക്ക് ഫാൻസാ. വീഡിയോ ചെയ്യാൻ ചേട്ടായി തേടി പിടിച്ച് വരുന്ന. സിനിയുടെ സ്വരത്തിൽ അഭിമാനം കലർന്നു. ഒരു സിനിമയിലും ചാൻസ് ഇട്ടിട്ടുണ്ട് ചേട്ടായിക്ക്. ഷൂട്ടിംഗ് തുടങ്ങിയില്ല. മലയാളികൾക്ക് അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഇതുപോലെ ഡാഷുകളെ സോഷ്യൽ മീഡിയയിൽ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളികൾ തന്നെയാണല്ലോ. രാത്രി 12 മണി വരെ ഫോൺ തുറന്നിരിക്കുന്ന എനിക്ക് ഇന്ന് വരെ അവൻ്റെ ഒരു വീഡിയോ പോലും കാണിച്ചു തരാത്തിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിനോട് നന്ദി പറഞ്ഞു. ഡാൻസ് മാത്രമാണ് അവൻ്റെ തൊഴിൽ? ഏയ് അല്ല, ഇത് പാഷനാ. പ്രൊഫഷൻ വേറെ. പുള്ളി ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യനാ. സമാധാനം, ജോലിയുണ്ട്. ഞാൻ കുറച്ചു നേരം ഇരുന്ന് നിന്ന് നടന്നു ആലോചിച്ചു. സമ്മതിച്ചു, ഞാൻ കൂടെ നിൽക്കാം. സിനിമകളുടെ മുഖം 100 വാട്സ് ബൾബ് പോലെ തിളങ്ങി. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താ ചേട്ടാ? ഞാൻ നിന്റെ കൂടെ വരുന്ന കാര്യം ആരും അറിയരുത്. നിന്റെ കല്യാണം കഴിഞ്ഞ് ഭാവിയിൽ കുടുംബക്കാർ ഒരുമിച്ചാ പോലും. സത്യം. അവളെന്റെ നെറുകും തലയിൽ ആഞ്ഞടിച്ചു. അപ്പേ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനും എന്റെ കെട്ടിയവനും കുട്ടിയോടും എന്ന ചിന്തയിൽ ജീവിക്കരുത്. എത്രയും പെട്ടെന്ന് ജോണിച്ചായനെയും സിസിലി ചേച്ചിയും കൺവിൻസ് ചെയ്യണം. ചിലപ്പോൾ 2 അടി കിട്ടിയേക്കും. കണ്ണും തിരിവ് കാണിച്ചിട്ടല്ലേ, സഹിച്ചോ. പക്ഷെ അവർ കൂടുതൽ വേദനിപ്പിക്കരുത്. വീണ്ടും തലയിലടിച്ച് സത്യം ചെയ്യാൻ സിനി കയ്യോങ്കിയെങ്കിലും ഞാൻ ആ കൈ പിടിച്ചു. എന്റെ തല തല്ലി പൊളിക്കാതെ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അജിയേട്ടാ. അപ്പനെയും അമ്മച്ചയും വീട്ടിലെ ഒരു പരിപാടിക്ക് ഞാനില്ല. ഇതെന്നെ ഗതികളുണ്ട് ചെയ്യുന്ന. എങ്കിൽ വാ, നിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. ഇനി ഒളിച്ചോടുന്നവരെ നമ്മൾ തമ്മിൽ പരസ്യമായിട്ട് വലിയ അടുപ്പൊന്നും കാണിക്കരുത്. ഞാൻ ശനിയാഴ്ച എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്താം. അവൾ തലയാട്ടു. ഞാൻ അവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ബാക്കിലെത്തുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. നീ എവിടെ പോയതാടാ? ഞാൻ ബൈക്കിന് പെട്രോൾ അടിക്കാൻ. ഇത്രയും നേരം? പെട്രോൾ അടിച്ചപ്പോൾ ബാത്റൂമിൽ പോകാൻ മുട്ടി. അതോടെ അച്ഛൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചു. എനിക്ക് കൈകാല് വരച്ചിട്ട് വയ്യ. ഫ്രിഡ്ജ് തുറന്നൊരു കൂൾ ഡ്രിങ്ക്സ് ബോട്ടിൽ എടുത്ത് വായിക്കാൻ വെളുത്തി. അതൊന്നും കുടിച്ചിട്ട് വെറുതെ വയറ് ചീത്തയാക്കല്ലേ. ദാ അവിടെ ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അച്ഛൻ പറയുന്ന കേട്ട് ഒരു കസ്റ്റമർ ചേട്ടൻ അച്ഛനെയും പുള്ളി വാങ്ങിയ സെയിം കൂൾ ഡ്രിങ്ക്സും മാറി മാറി നോക്കി. ഏയ്, ഓന് വയറിളക്കായതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിടിക്കാം. അച്ഛൻ വെളുക്കെ ചിരിച്ചു. ഞാൻ പതിവ് ജോലികളിൽ മുഴുകി. അപ്പോഴുള്ളിൽ ഒളിച്ചോട്ടത്തെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. രാത്രി ജോണിച്ചായ മരം വെട്ടുന്ന മഴകൊണ്ട് എന്നെ വെട്ടിക്കയറുന്ന സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എണീറ്റു. സിനിമകൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ എന്തിനു ബലിയാടാവുന്ന ചോദ്യത്തിന് എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. വേറെ ആരോടും എന്നെ മാനസികാവസ്ഥ പങ്കുവെക്കാനും വയ്യ. 3 രാത്രികൾ കൂടി ഉറക്കമില്ലാതെ കടന്നുപോയി. അങ്ങനെ ശനിയാഴ്ച രാവിലെ വന്നെത്തി. ഇത്രയും ദൂരം നീ ഒറ്റക്ക് പോവടാ? ബാഗും തൂക്കി ഉമ്മറത്തെത്തി എന്നോട് അവിടെ നിന്ന് പത്രം വായിക്കായിരുന്നു അച്ഛൻ ചോദിച്ചു. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. ആ, ശരവണ്ണോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഒരു ദിവസം വീട്ടിലെല്ലാവരും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. അമ്മ 2 കുപ്പി ചെമ്മീനച്ചാറും ഒരു പാക്കറ്റ് കായ വറുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. എനിക്ക് നല്ല കുറ്റബോധം തോന്നി. ഞാൻ ശരവണൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ശരവണൻ ഞങ്ങളുടെ ബേക്കറിയുടെ തൊട്ടടുത്ത കടയിൽ പൂക്കച്ചവടം നടത്തുന്ന ആളാണ്. സേലം സ്വദേശി. അമ്മയ്ക്കും അച്ഛനും അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണത്തിന് വിഷുവിനും എല്ലാം വീട്ടിലേക്ക് ക്ഷണിക്കും. 1.5 വർഷം മുമ്പാണ് ശരവണൻ ഇവിടുത്തെ ബിസിനസ് മതിയാക്കി സേലത്തിലേക്ക് തിരിച്ചുപോയത്. ഇടയ്ക്ക് വല്ലപ്പോഴും എന്നെ ഫോൺ വിളിക്കാറുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ മുതലെടുത്തൊരു കള്ളക്കഥയുണ്ടാക്കി. ശരവണന്റെ പുതിയ വീടിന്റെ പാലുകാച്ചിലിന് കുടുംബസമേതം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അച്ഛനും അമ്മയും എന്തായാലും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ അവരെന്നോട് പോയി വരാൻ പറഞ്ഞു. അച്ഛൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചു. ആ പാവം നമ്മളെ മറന്നിട്ടില്ലല്ലോ. പുതിയ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം ഗിഫ്റ്റ് വാങ്ങിക്കോ. അവിടെ ചെന്നിട്ട് വാങ്ങിച്ചാൽ മതി. അതുപോലെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ആരും തരുന്നൊന്നും വാങ്ങിക്കുടിക്കരുത്. കണ്ണു നിറഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നടന്നു. വേണ്ടാത്ത പണിയാണ് ചെയ്യുന്നതെന്ന് ആരോ ഉള്ളിൽ നിന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. 4 പേരെയാണ് വഞ്ചിക്കാൻ പോകുന്നത്. എന്നെ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്ന ജോണിച്ചായനെയും സിസിലി ചേച്ചിയെയും, പിന്നെ ഇത്രയും വളർന്നിട്ടും മകനെ കൊച്ചു കുഞ്ഞിനെ പോലെ കാണുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും.
സിനിമകളുടെ ഒളിച്ചോർത്തിന് സഹായിച്ച് ഞാനാണെന്നറിഞ്ഞാൽ അതോടെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയിലാകും. എല്ലാവരും എന്നെ വെറുക്കും. അതിന് ഒരേ ഒരു പോം വഴി സിനിയോട് അവളുടെ ഡാൻസ് മാസ്റ്റർ വിക്രത്തോടും ജോണിച്ചാൻ ക്ഷമിക്കുക എന്ന് മാത്രമാണ്. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ കണ്ണൂർ ടൗണിലേക്ക് ബസ് കയറി. അവിടുത്തെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം സിനിയെ വിളിച്ചു. ഹലോ അജിയേട്ടാ. അവളുടെ പതിഞ്ഞ ശബ്ദം. ഞാൻ കണ്ണൂരുണ്ട്. നീ നാളെ എത്ര മണിയാൻ പോരും? 2 മണിക്ക് എത്താൻ ശ്രമിക്കാം. സൂക്ഷിച്ചോ അജിയേട്ടാ. എന്താ? താങ്ക്സ്. അത് നിന്ന് അവൻ്റെ അടുത്ത് എത്തിയ ശേഷം പറഞ്ഞാൽ മതി. ഞാൻ കോള് കട്ട് ചെയ്തു. പിന്നെ ബെഡിൽ മലർന്നു കിടന്നു. ആരൊക്കെയോ ചുറ്റും കൂടി പരിഹസിക്കുന്ന പോലെ ഒരു ഫീൽ. എനിക്കതിൻ്റെ വല്ല കാര്യമുണ്ടോ? അശ്വതിയെ കല്യാണം കഴിച്ച് കൂർമ്പക്കാവിലെ താലപ്പൊലിക്ക് അഭിമാനത്തോടെ നടക്കാൻ കൊതിക്കുന്ന എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ വരുമോ? വിശപ്പോ ദാഹമോ ഇല്ലാതെ അന്ന് രാത്രി ഞാൻ വിളിപ്പിച്ചു. ട്രെയിൻ കയറിയെന്ന് അച്ഛന് മെസ്സേജ് ഇട്ടിരുന്നു. വിളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച 1 മണിയോടെ ലോഡ്ജിൽ നിന്നിറങ്ങി ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പരിചയമുള്ള ആരെയും കാണില്ല എന്ന പ്രാർത്ഥനയോടെ ഒരു കടയുടെ സൈഡിലേക്ക് ഒതുങ്ങിയിരുന്നു. 2:15 സിനിമയുടെ കോൾ വന്നു. അജിയേട്ടാ, ഞാൻ സ്റ്റേഷനിലുണ്ട്. ഞാനുണ്ടല്ലോ, 1ാമത്തെ പ്ലാറ്റ്ഫോം. ഞാനും ഇവിടെ തന്നെയാ. ചുറ്റും നോക്കിയപ്പോൾ സിനിമകളെ കണ്ടു. കല്യാണം കൂടി അതേ വേഷത്തിലാണ് ഒളിച്ചോടാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാവും കാര്യമുള്ള ലഗേജ് ഒന്നുമില്ല, ഒരു ചെറിയ ഹാൻഡ് ബാഗ് മാത്രം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? അവിടെ അടുത്തെത്തി ഞാൻ ചോദിച്ചു. ഇല്ല, ഇതുവരെ ഇല്ല. ഞാൻ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തു. അവിടുത്തെ തിരക്കിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന വിശ്വാസത്തിൽ 2:50 എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ഞങ്ങളെയും കൊണ്ട് കണ്ണൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. നീ അവനെ വിളിച്ചു പറ ഇവിടുന്ന് വിട്ടുവെന്ന്. തലശ്ശേരി എത്തിയപ്പോൾ ഞാൻ നിർബന്ധിച്ചു. സിനിമകൾ ജസ്റ്റിനെ വീഡിയോ കോൾ ചെയ്തു. ഉടനെ ഡാൻസ് മാസ്റ്റർ വിക്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. പറവാവേ, എന്തായി? അവന്റെ ശബ്ദം കേട്ട് എനിക്ക് ചിരി വന്നു. വാവയോ? ഇവളോ? ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ചേട്ടാ, ഞങ്ങൾ പുറപ്പെട്ടു. തലശ്ശേരി എത്തിയേട്ടോ. ഞങ്ങളോ? സിനിമകൾ ഫോണിന്റെ സ്ക്രീൻ എന്റെ നേരെ പിടിച്ചു. മൂങ്ങ നോക്കുന്ന പോലെ അവൻ കുറച്ചു നേരം എന്നെ നോക്കി. അവൾ ഫോൺ പിൻവലിച്ചു. ആരാ വാവേ അത്? അജയേട്ടൻ, ഞങ്ങളുടെ അടുത്ത വീട്ടിലെയാ. എനിക്ക് തനിച്ചു വരാൻ പേടിയായതുകൊണ്ട് കൂടെ വരുന്ന ചേട്ടായി 100% വിശ്വസിക്കാം. ശരി, സൂക്ഷിച്ചു വാ. എനിക്ക് പ്രോഗ്രാമിന്റെ റീൽസ് തുടങ്ങാൻ സമയമായി. എത്തിയിട്ട് വിളിക്ക്. ഓക്കെ ചേട്ടായി. പ്രോഗ്രാം നന്നാവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സിനിമകൾ ഫോൺ തിരികെ ബാഗിൽ വെച്ചു. സിനി, ഞാൻ നിന്റെ കൂടെ വരുന്ന അവനറിയില്ലായിരുന്നോ? ഇല്ല. അതെന്താ പറയായിരുന്നു? ചേട്ടായി ഇച്ചിരി പൊസസീവാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പക്ഷെ ഇനി പ്രശ്നമില്ല. എന്നെ സേഫായിട്ട് അവിടെ എത്തിക്കുന്ന അജിയേട്ടൻ്റെ ചേട്ടായിക്ക് ഒരു ബഹുമാനം എന്തായാലും ഉണ്ടാവും. പിന്നീട് ഒരിക്കലും ഞാൻ അജിയേട്ടനോട് സംസാരിക്കുന്ന ചേട്ടായി തടയില്ല. കഷ്ടം. ഇവൻ ഇതുപോലൊരുത്തേ കിട്ടുന്നതിന് വിസിറ്റിംഗ് വിസയിൽ ജോലിയെടുത്തിയ ഒരാൾക്ക് ദുബായ് ബിഗ് ടിക്കറ്റ് അടിക്കുന്ന പോലെയാ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു പൊസസീവ്നെസ്. ആ ഓഞ്ഞ മോന്ന് കാണുമ്പോൾ ടാറിട്ട് റോഡിൽ പിടിച്ച് ഉറക്കാൻ തോന്നുന്നു. എനിക്ക് പോലും അവൻ്റെ സംസാരവും നോട്ടവും തീരെ പിടിച്ചില്ല. പിന്നെ ഇങ്ങനെ ജോണിച്ചായനും സിസിലി ചേച്ചിയും സമ്മതിക്കും? ദൈവത്തിനറിയാം. ചെളുപ്പോ ബാഹ്യമായ സൗന്ദര്യത്തിലല്ല, അവൻ്റെ മനസ്സായിരിക്കും സിനിമകൾ ആകർഷിച്ച്. എന്ത് കോക്കനട്ടിലാവട്ടെ. എറണാകുളം എത്തിച്ചതിന് ശേഷം അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ അശ്വതിയുടെയും വഴി. ഞാൻ ചാരിയിരുന്ന് കണ്ണുകളടച്ചു. തലേ ദിവസത്തെ ക്ഷീണം കാരണം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ടാണ് കണ്ടത്. സിനിമകൾ എൻ്റെ ചുമലിൽ തലവെച്ച് നല്ല ഉറക്കത്തിലാണ്. ചേട്ടാ, ഇനി വരുന്ന സ്റ്റേഷൻ ഏതാ? ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു. അങ്കവാലി. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. എറണാകുളം ജംഗ്ഷൻ എത്താറായി. ആദ്യമായിട്ടാണ് കണ്ണൂർ വിട്ട് ഇത്രയും ദൂരം വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നാറും. സിനി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എത്രയാ ചേട്ടാ? ഉവ്, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. വാ. ഞാൻ അവളെയും കൂട്ടി നടന്നു. നീ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ സിനി? ചേട്ടായിട്ട് അടുത്തതിലെല്ലാം സെറ്റായിട്ട് വിളിക്കാം. അവളും ഞാൻ ഓരോ ടോയ്ലറ്റിൽ കയറി ഡോറടച്ചു. അപ്പൊ ഇന്ന് രാത്രി മിക്കവാറും ജോണിച്ചായനും സിസിലി ചേച്ചിക്കും കാളരാത്രി ആയിരിക്കും. അതോർത്തപ്പോൾ എൻ്റെ മൂത്രം പോലും ആവിയായി പോയി. വേഗം മുഖം കഴുകി തുടച്ച് പുറത്തിറങ്ങി. നല്ല തലവേദനയുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അവൻ്റെ കൈ കൊടുത്തിട്ട് അടുത്ത ട്രെയിനിന് കണ്ണൂർക്ക് പോകണം. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ ഞാൻ സിനിമോളെയും കൊണ്ട് ആദ്യം കണ്ട ഹോട്ടലിൽ കയറി. നല്ല വിശപ്പുണ്ട്. അവൾക്കും അങ്ങനെയാവും. ഉച്ചയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടതാണ്. ഇപ്പൊ രാത്രി 9 കഴിഞ്ഞു. പൊറോട്ടയും മീൻകറിയും ചായയും കഴിച്ചോടെ വയറ് നിറഞ്ഞു. നീ അവനെ വിളിച്ച് എത്തിയെന്ന് പറ. ഞാൻ ടൂത്തിപ്പിക്കൊണ്ട് പല്ലിണയിൽ കുത്തി. അവൾ ഫോൺ എടുത്ത് ജസ്റ്റിനെ വിളിച്ചു. സ്വിച്ച് ഓഫാ. ചിലപ്പോൾ ഡാൻസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവും. നിന്നെക്കാൾ വലുതാണോടി അവനവൻ്റെ ഡാൻസ്. എനിക്ക് നിയന്ത്രണം വിട്ടു. ബാക്കിയുള്ളവരുടെ തീ ചവിട്ടി നിൽക്കുക. അപ്പോഴവൻ്റെ അമ്മൂമ്മയുടെ ഡാൻസ്. അജിയേട്ടാ വേണ്ട. സിനിമയുടെ മുഖം കനത്തു. ചേട്ടായിയുടെ 2 കണ്ണുകളാ. ഡാൻസും ഞാനും. വലത്തേ കണ്ട് ഡാൻസും ഇടത്തേ കണ്ട് ഞാനും. കണ്ണല്ല, കുന്തം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് സിനി. ഇമാതിരി പൈങ്കിൾ ഡയലോഗ് നീ അവൻ്റെ കൂടെ ജീവിക്കാൻ മതി. ഇച്ചിരി സീരിയസ് ആകും പ്ലീസ്. ഞാൻ പ്ലാറ്റ്ഫോമിലെ ചെയറിലിരുന്നു. തൊട്ടടുത്ത് അവളും. മുഖം വീർത്തു തന്നെയാണ്. കാമുകന്റെ പാഷനെ പറഞ്ഞ് കാമുകിക്ക് ഇഷ്ടപ്പെട്ടില്ല. എടീ, നിന്റെ പ്രിയപ്പെട്ടവരെ നടൻ എത്ര മണിക്കാ തീരാന്നെങ്കിലും അറിയോ? 11 മണി ആവുമായിരിക്കും. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ചേട്ടായി വരും. അജിയുടെ തിരക്കുണ്ട്. ഇപ്പോൾ കണ്ണൂർക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അവളെ പൊക്കിയെടുത്ത് പാളത്തിലേക്ക് ഇടാൻ കൈ തരിച്ചെങ്കിൽ ഞാൻ സ്വയം അടക്കി. പാടില്ല. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണാണ്.
അവൻ്റെ തലയിലെഴുത്ത്. സമയം ഇഴഞ്ഞു നീങ്ങിയാണ്. ട്രെയിനുകൾ വരുമ്പോൾ കയറാനും ഇറങ്ങാനും തിരക്കൂട്ടുന്നവരുടെ ബഹളം. ഓരോ പ്രശ്നങ്ങളുമായി വേഗത്തിൽ നടന്നു നീങ്ങുന്ന മനുഷ്യർ. പക്ഷെ ആർക്കും എൻ്റെ അവസ്ഥ ഉണ്ടാകും തോന്നില്ല. 12 മണിയായിട്ടും ഡാൻസ് മാസ്റ്റർ വിക്രം എത്തിയില്ല. സിനിമകളുടെ മുഖത്ത് കലിപ്പ് മാറി ആശങ്ക നിറഞ്ഞു. അവൾ അവൻ്റെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു. പക്ഷെ ഒരേ ഉത്തരം. സിനി, എവിടെയോ പ്രോഗ്രാം നടക്കുന്ന അറിയോ? ഇല്ല. നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണെന്നല്ലേ പറഞ്ഞു. അവിടെ നമ്പെങ്കിലും ഉണ്ടോ? ഇല്ല. പഴയ ഫോണിലുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ബന്ധം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അജയേട്ടന് മാത്രമേ അറിയൂ. ശരി, അവനെവിടെയാണ് താമസിക്കുന്നെങ്കിലും? ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സിനി? ഇല്ല. എന്തില്ല? അതല്ല, അറിയില്ല ചേട്ടാ. അവൾക്കറിയാനുള്ള പുറപ്പാടിലാണ്. എന്റെ പൊന്നു സിനി, നീ ചതിക്കരുത്. ദേ, പോലീസുകാർ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നീ ഇവിടെ നിന്ന് കരയുന്നുണ്ട്, ഉറപ്പായിട്ടും പണിയിട്ടും. വാ, എഴുന്നേൽക്ക്. ഞാൻ അവിടെ കൈയും പിടിച്ച് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് യാതൊരു എത്തിയും ഇല്ല. സാഹചര്യത്തിന്റെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഒരു തേപ്പ് മണക്കുന്നുണ്ട്. അത് സിനിയോട് പറയാനും വയ്യ. ഞാൻ ഫോണെടുത്ത് മഹേഷിനെ വിളിച്ചു. 5 തവണ വിളിച്ചതിന് ശേഷമാണ് അവ അറ്റൻഡ് ചെയ്ത്. എന്താടാ? ഉറക്കം മുറിഞ്ഞതിന്റെ ഈർഷ്യയോടുള്ള ചോദ്യം. മഹി, നീ എവിടെയാടാ? ഞാൻ മിയാഗരിയുടെ കൂടെ പാരീസിൽ ടൂർ പോവാ. നീ വരുന്നോ? പോയി കിടന്നുറങ്ങടാ. മഹി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അശ്വതിയുടെ കാര്യമാണ്. ഇത്രക്ക് ആക്രാന്തം പാടില്ല. നാളെ വൈകിട്ട് അമ്മ നിന്റെ വീട്ടിൽ പോയി സംസാരിക്കും. പോരെ, ഇപ്പൊ നീ ഉറങ്ങ്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. മഹി, ഞാനൊരു കുരുക്കിപ്പെട്ടി കിടക്കുക. ഇവിടെ എറണാകുളത്താ. എറണാകുളത്തോ? അവൻ ഞെട്ടി. അതേടാ, റെയിൽവേ സ്റ്റേഷനിലുണ്ട്. വീട്ടിൽ ആർക്കും അറിയില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വാ. എടാ, ഞാനുള്ള കാക്കനാടാ. ഇവിടെ നീ നേരത്തെ ഇങ്ങനെ അവിടെ എത്താനാ? എന്റെ ബൈക്ക് വേറൊന്നും കൊണ്ടുപോയി. നാളെ രാവിലെ കിട്ടൂ. നീ ഒരു കാര്യം ചെയ്യും. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ട് ഇടന്നാ എൻ്റെ ഒരു പരിചയക്കാരൻ ലോഡ്ജ് ഉണ്ട്. ഒയാസീസ് എന്നാ പേര്. ഞാൻ അവിടെ വിളിച്ചോളാം. റൂം എടുത്തൊന്ന് ഫ്രഷായി ഉറങ്ങി. ഞാൻ രാവിലെ വരാം. അതല്ല മഹി, എൻ്റെ കൂടെ വേറെ ആൾ കൂടെ ഉണ്ട്. അതാരാ? ഞാൻ കുറച്ച് മാറിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സംഭവിച്ചെല്ലാം വിവരിച്ചു. അപ്പുറത്തെ മൗനം. ഹലോ മഹി. എടാ, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും വെറൈറ്റി തെറികൾ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഘോഷയാത്ര പോലെ കേട്ടു. നീ ചോറ് തന്നെയാണ് അവിടെ തിന്നുന്നത്? അതോ ചെയ്തെന്താണെന്ന് വല്ല ബോധമുണ്ടോ? എപ്പോ മുതലാടാ നീ മാമാപ്പടി തുടങ്ങി? അങ്ങനെയൊന്നും പറയലടാ മഹി, പ്ലീസ്. പിന്നെ എങ്ങനെ പറയാനാടാ? നിന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ആൾക്കാരെ നീ വഞ്ചിച്ച്. നീ അവളെ ഒരുമിച്ച് ജീവിക്കാണെങ്കിൽ പ്രശ്നമില്ല. ഇതേതോ ഒരുത്തിന് വേണ്ടി ഉളുപ്പുണ്ടോടാ മരരെ നിനക്ക്? എടാ, നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്. ഞാൻ സിനിമകളുടെ വീട്ടുകാരും ജസ്റ്റിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഈ കല്യാണം നടന്നാൽ അതൊക്കെ ഒത്തീർപ്പായി എല്ലാവരും ഒരുമിക്കാനുള്ള സാധ്യതകളെ കുറിച്ചെല്ലാം വിശദീകരിച്ചു. എടാ, അതൊക്കെ ശരിയായിരിക്കും ആജി. പക്ഷെ നീയാണ് ഇതിന്റെ നടുവിലെന്ന് മോഹനായിട്ട് അറിഞ്ഞ എന്താ സംഭവിക്കുമെന്ന് ആലോചിച്ചോ? അത് ആരും അറിയാൻ നോക്കണം. ഇനി എന്തെങ്കിലും അറിഞ്ഞാലല്ലേ അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്നാലും തൽക്കാലം നീ അവിടെ കൊണ്ട് ഇപ്പോൾ ആ ലോഡ്ജിലേക്ക് വെക്കോ. ബാക്കി രാവിലെ സംസാരിക്കാം. കോപ്പ്, മനുഷ്യന്റെ ഉറക്കം പോയി. 100 ഫ്രണ്ട്സ് ഉള്ളവരോട് ഹാപ്പിയായിട്ട് ജീവിക്കുക. ഞാനോ ആകെയുള്ളൊരു കൂട്ടുകാരനെ കൊണ്ട് മിക്കവാറും എല്ലാവരും എന്നെ കുരിശി തർപ്പിക്കും. എടാ, ഒരു പെണ്ണിനെയും കൊണ്ട് ലോഡ്ജിൽ പോകുന്നത് ശരിയാണോടാ? വേണ്ട, നീ ആ മെട്രോയുടെ പില്ലറിന്റെ ചോളിൽ തുണി വിരിച്ച് കിടന്നോ. ഇവനൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ദൈവമേ. ഞാൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ട് സിനിമയുടെ അടുത്ത് ചെന്നു. പോവാ. ചേട്ടായിയുടെ അടുത്തേക്കാണോ? അല്ലടി, നിന്റെ അമ്മായിയപ്പന്റെ ശവടക്കിന് സൗകര്യം ഉണ്ടെങ്കിൽ വാ. അലയിൽ ഇവിടെ ഇരുന്നോ. ഓരോരോ മാരണം. ഞാൻ ബാഗും തൂക്കി നടന്നു. പുറകെ സിനിമകളും. 1/2 കിലോമീറ്റർ നടന്നപ്പോൾ റോഡിന്റെ ഇടതുവശത്തായി ഒരു കെട്ടിടത്തിൽ ഒയാസീസ് എന്ന് എഴുതിയ ബോർഡ് കണ്ടു. ഇവിടെ എന്തിനാ ചേട്ടാ? നായികയുടെ നിഷ്കളങ്കമായ ചോദ്യം. നിന്റെ ചേട്ടാ ഇവിടെ ആ മണിയറ ഒരുക്കിയിരിക്കുന്നു. ഒന്ന് കുളിച്ച് ഫ്രഷായിരിക്കേ. ഞാനൊരു ഗ്ലാസ് പാറി ഇട്ടോ നോക്കാം. അപ്പോഴേക്കും ചേട്ടായി എത്തും. ഇവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോ? വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ വാഗോച്ചേ. അതോടെ അവൾ ഒതുങ്ങി. റിസപ്ഷനിൽ ഒരു പയ്യനിരിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടവൻ പുഞ്ചിരിച്ചു. മയ്യെന്ന് പറഞ്ഞ ആളല്ലേ? ഞാൻ അധികം തലയാട്ടി. പയ്യനൊരു ചാവിമെടുത്ത് മുകളിലേക്കുള്ള പടികൾ കയറി. ഞങ്ങൾ പിന്നാലെ ചെന്നു. 103 എന്നെഴുതിയ വാതിലവൻ തുറന്നു. ഫുഡ് എന്തെങ്കിലും മണി വരുത്തിക്കാട്ടോ? വേണ്ട, ഞങ്ങൾ കഴിച്ചു. എങ്കിൽ ഹാവ് എ സ്വീറ്റ് നൈറ്റ്. രണ്ടുപേരെയും നോക്കി വല്ലാത്തൊരു ചിരിച്ച് അവൻ താഴേക്ക് പോയി. എന്താണ് അവൻ ഉദ്ദേശിച്ച്? ഏയ്, അതൊന്നും ആയിരിക്കില്ല. ഞങ്ങൾ റൂമിൽ കയറി കഥ കടച്ചു. നിനക്ക് കുളിക്കണോ? ഉത്തരവില്ല. അവൾ ബെഡിൽ തലകുനിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാതെ ബാഗിൽ നിന്നൊരു ലുങ്കി എടുത്ത് ബാത്റൂമിൽ കയറി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാം തീരും. ഒന്നുകിൽ അവന്റെ കയ്യിൽ സിനിമയോടെ ഏൽപ്പിക്കണം. ചിലപ്പോൾ വേറെന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് അവന് വരാൻ പറ്റായിട്ടാണെങ്കിലോ. രാവിലെ അവൾ വിളിക്കാൻ സാധ്യതയുണ്ട്. ഇനി തേപ്പാണെങ്കിൽ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് പോകണം. ആരും ഒന്നും അറിയരുത്. അധികം സമയവുമില്ല. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും സിനിമകൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിടന്നിരുന്നു. ഞാൻ നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് തലയിടം വെച്ച് കിടന്നു. ഉറക്കമൊന്നും വരുന്നില്ല. കൈയെത്തിച്ച് സിനിമകളുടെ ഫോൺ എടുത്തു. ഗാലറിയിൽ നിന്ന് ജസ്റ്റിന്റെ ഫോട്ടോ കണ്ടെത്തി എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അവിടുന്ന് മഹിയുടെ നമ്പറിലേക്കും. ഇൻസ്റ്റയിൽ കയറി ജസ്റ്റിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റും അവന്റെ പ്രൊഫൈലും സ്ക്രീൻഷോട്ട് എടുത്ത് അതും മൈക്ക് അയച്ചു കൊടുത്തു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല.
ഞാൻ ഫോണുകൾ മാറ്റിവെച്ച് ലൈറ്റ് അണച്ചു. നേരത്തെ ശബ്ദത്തിൽ ഏങ്ങിക്കരച്ചിൽ കേൾക്കുന്നുണ്ട്. സാരമില്ല, കരയട്ടെ. ഒളിച്ചോടുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ മൊബൈൽ റിങ് ചെയ്തപ്പോഴാണ് കണ്ണു തുറന്നത്. എടുത്തു നോക്കിയപ്പോൾ മഹേഷാണ്. മഹി എത്തിയോ? ഞാൻ ഓണതി വേണം. ആ പെണ്ണ് നിന്റെ അടുത്തുണ്ടോ? ഞാൻ തലയുയർത്തി നോക്കി. സിനിമോള് ജനലിൻ്റെ അടുത്തുനിന്ന് ഫോൺ ചെയ്യുകയാണ്. ജസ്റ്റിനെ ആയിരിക്കും. ആ ഉണ്ട്. നീ പുറത്തിറങ്ങി. ഞാൻ എഴുന്നേറ്റ് ലുങ്കി മുറുക്കിയെടുത്ത് പുറത്തിറങ്ങി വാതിൽ ചാരി. മഹി പറഞ്ഞു, എടാ നീ വള്ളിയാ പിടിച്ചിരിക്കുന്നത്. എന്തു പറ്റി? ഇന്നലെ രാത്രി ഞാനൊരു ഡീറ്റെയിൽസ് തപ്പി. പാലാരിവട്ടാണ് താമസം തോന്നുന്നു. അവന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഒരു കൊച്ചു പറഞ്ഞ അവന്റെ ഡാൻസ് ഗ്രൂപ്പിലുള്ള അവള്. ഇന്നലെ രാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നത് നീ തന്നെയാ. പക്ഷെ റിഹേഴ്സൽ നടക്കുന്നതിന് മുമ്പ് വയ്യാന്ന് പറഞ്ഞ് അവൻ മുങ്ങി. പിന്നെ ആര് വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, സ്വിച്ച് ഓഫാ. എടാ ഇനി എന്ത് ചെയ്യും? എന്നോടാണോ കഴുതിയതൊക്കെ ചോദിക്കുന്നത്? മഹി, ഇപ്പൊ നീയേ ഉള്ളൊരു സഹായത്തിന്. എന്തൊരു വഴിയാണ്. ആ പെങ്കൊച്ച് അവന്റെ ഫ്രണ്ടിന്റെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ കയറിയിട്ട് നിന്റെ അടുത്തോട്ട് വരാം. എന്റെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടാണ് മഹേഷ് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ തിരിച്ച് മുറിയിലേക്ക് കയറിയപ്പോൾ സിനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കരഞ്ഞു കരങ്ങിയ കണ്ണുകൾ, പാറിപ്പറന്ന മുടി. ഒരൊറ്റ ദിവസം കൊണ്ട് അവൾ നന്ദിയെ ക്ഷീണിച്ചു. എന്താ ചേട്ടാ? ഞാൻ കട്ടിലിരുന്നു. സിനി ഓപ്പണായിട്ട് പറയാം, എന്തും നേരിടാൻ നീ തയ്യാറാണോ? അവൻ നിന്നെ പറ്റിച്ചാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇന്നലെ ട്രെയിനിൽ വെച്ച് നീ ഫോൺ ചെയ്തതിനു ശേഷം മുങ്ങിയതാ. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അവൻ പോയിട്ടില്ല. ഇല്ല ചേട്ടാ, അങ്ങനെ ചെയ്യില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിൽ പിന്നെ അവൻ എവിടെയാടി? രാത്രി നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന പറഞ്ഞിട്ട് അവൻ വന്നില്ലെങ്കിൽ ഒന്നുകിൽ അവൻ മുങ്ങി, അല്ലെങ്കിൽ അവൻ ചത്തു. ഇതല്ല വേറെ നടക്കാൻ ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലും അപകടം പറ്റിയിട്ടാണോ? അതാണെങ്കിൽ ആരെങ്കിലും അറിയിക്കണ്ടേ? ഇത് ആമസോൺ കാർഡൊന്നുമല്ല, എറണാകുളം ജില്ല. പ്രോഗ്രാമിന് ചെല്ലാത്ത അപകടം പറ്റിയിട്ടാണെങ്കിൽ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേരറിയില്ലേ? അതിന് സിനിക്ക് ഉത്തരവുണ്ടായില്ല. നീ ഏതായാലും കുളിച്ച് റെഡിയാവും, നമുക്ക് അന്വേഷിക്കാം. ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. എൻ്റെ ഡ്രസ്സ് അവൾക്ക് പാകാവില്ലല്ലോ. ഞാൻ താഴേക്ക് ഇറങ്ങി. കുറച്ചറിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തുറക്കുന്നുണ്ട്. നേരെ അവിടെ ചെന്നൊരു ടോപ്പും ലെഗിൻസും തോർത്തും വാങ്ങി. ഏകദേശം ഊഹം വെച്ച് വാങ്ങിയതാ, അവൾക്ക് പാകായിരിക്കും. അതിനുശേഷം പല്ലിയേക്കാൻ ഒരു ബ്രഷ് വാങ്ങി തിരിച്ചെത്തി. പേസ്റ്റും സോപ്പും ബാത്റൂമിലുണ്ട്. അവളൊന്നും മിണ്ടാ ഡ്രസ്സുകൾ എടുത്ത് ബാത്റൂമിൽ കയറി. ഞാൻ എൻ്റെ മുഷിഞ്ഞ ഡ്രസ്സുകൾ ബാഗിലെടുത്ത് വെച്ചു. സിനിമോൾ കുളിച്ച ശേഷം ഞാനും പെട്ടെന്ന് കുളിച്ച് റെഡിയായി. നമുക്കെല്ലാം കഴിക്കേണ്ട സിനി? വിശപ്പില്ല, അജിയേട്ടൻ കഴിച്ചിട്ട് വാ. ഞാനും അതേ അവസ്ഥയിലായതിനാൽ എങ്ങോട്ടും പോയില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഹേഷ് വീണ്ടും വിളിച്ചു. എടാ ഞാൻ താഴെയുണ്ട്. ഞാൻ സിനിയും കൂട്ടി ബാഗും എടുത്ത് താഴേക്ക് വന്നു. മഹേഷ് റിസപ്ഷനിലെ പയ്യനോട് എന്തോ സംസാരിക്കുകയാണ്. ഞങ്ങളെ കണ്ടത് അവൻ സിനിയെ നോക്കി പരിചയപാതത്തിൽ ചിരിച്ചു. അവൾ ശീല പോലെ നിന്നതേ ഉള്ളൂ. എന്തായി മഹി? ആള് തൃശ്ശൂരുണ്ട്. ഇന്നലെ മുങ്ങിയതാ. ആട് റൂമെടുത്ത് വെള്ളടിയാണ്. ഈശ്വര, തൃശ്ശൂരോ? ആ പന്നം നമ്മളെ കേരളം മുഴുവൻ ഓടിക്കോ? സാധ്യതയുണ്ട്. പേടിപ്പിക്കലേ മഹി. നിങ്ങൾ വാ, ഇവിടുത്തെ പൈസ കൊടുക്കണ്ടേ? ആകെ ഞാൻ പിന്നെ കൊടുത്തോളാം. മഹി ലോഡ്ജിന്റെ പുറത്തിറങ്ങി. പിന്നാലെ ഞാനും സിനിമോളും. സിനി, അവനിനി അന്വേഷിച്ചു പോയിട്ടൊരു കാര്യമില്ല. വെറുതെ ടൈം വേസ്റ്റാ. ഇതുവരെ നാട്ടിലാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോയിക്കോ, അതാ നല്ലത്. മുഖവര് കൂടാ മഹേഷ് പറഞ്ഞു. ഇനി അഥവാ അവനെ കണ്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിന്നോട് ഇഷ്ടമുള്ള ആളായിരുന്നെങ്കിൽ മുങ്ങില്ലല്ലോ. എനിക്ക് കാണണ ഏട്ടാ. സിനി കണ്ണുനീർ തുടച്ചു. ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് എന്തിനീ ചതി ചെയ്തതെന്ന് എനിക്കറിയണം. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വന്ന് എന്നോട് ഇങ്ങനെ കാണിക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തെന്ന് അറിയണല്ലോ. അതിനുശേഷം ഞാൻ പോയിക്കോളാം. അപ്പോഴേക്കും നിന്നെ കാണാനായിട്ട് വീട്ടുകാർ അന്വേഷിച്ചു തുടങ്ങും. ഒളിച്ചോട്ടത്തിന്റെ കഥ നാട്ടിൽ പാട്ടാവും. സാരമില്ല, എന്റെ വിദ്യാർത്ഥിക്ക് സമാധാനിച്ചോളാം. എന്ത് നേടാൻ ഞാൻ തയ്യാറാണ്. കൂടുതൽ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മഹേഷിന് മനസ്സിലായി. അവളുടെ ആവശ്യം ന്യായമാണ്. ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. ഭാഗ്യത്തിന് ഒരു ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിന്റെ തിരക്കുകളിലേക്ക് ഞങ്ങൾ നുഴഞ്ഞു കയറി. കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.